ഹായ്, ഐ ആം അൽമിന. CMA USA ക്വാളിഫൈഡ് ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMA USAയുടെ പാർട്ട് 2 ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. വളരെ കോർ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് അല്ലേ, സെക്ഷൻ എ. ഈ ഒരു സെക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് ഒരു ഓവർവ്യൂ പോലെ പറഞ്ഞു തരാം. അതിനോടൊപ്പം തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള ലിക്വിഡിറ്റി റേഷ്യോസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നോക്കിക്കോളൂ, സെക്ഷൻ്റെ പേര് എന്തായിരുന്നു? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് അല്ലേ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഈ സെക്ഷനിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് ചെറിയൊരു ഐഡിയ കിട്ടും. അതെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ അനലൈസ് ചെയ്ത് ഡിസിഷൻ എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അനാലിസിസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ അനലൈസ് ചെയ്യുന്നു. അതുവഴി കമ്പനി പ്രോഫിറ്റിലാണോ, അല്ലെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, കമ്പനിയുടെ പൊസിഷൻ എവിടെയാണ്, കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നു. അല്ലെങ്കിൽ ഇത്തരം ഡിസിഷൻസ് എടുക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് അല്ലേ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ്, ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണ്, കമ്പനി പ്രോഫിറ്റിലാണോ അല്ലേ എന്നൊക്കെ നോക്കുന്നതാണ് എന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ അനലൈസ് ചെയ്യുന്ന എന്തിനാണെന്ന് പറഞ്ഞു? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെയാണെന്ന് പറഞ്ഞല്ലേ. അത് പറയുമ്പോൾ തന്നെ നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒരു പക്ഷേ നിങ്ങൾ കൊമേഴ്സ് പഠിച്ചവരോ അല്ലെങ്കിൽ BCom ഡിഗ്രി ചെയ്യുന്നവരോ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലേ ഏതൊക്കെയാണ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്നൊക്കെ പറഞ്ഞ് പലതരം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് അല്ലേ. നമ്മൾ CMA USAയുടെ സെക്ഷൻ എ, പാർട്ട് 2 സെക്ഷൻ എ പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഏതറിഞ്ഞിരിക്കണം? ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉറപ്പായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ ബാലൻസ് ഷീറ്റ്, ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഈ 3 സ്റ്റേറ്റ്മെന്റ് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഈ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്ത് ഡിസിഷൻ എടുക്കുകയാണ് നമ്മൾ ഏതിൽ ചെയ്യുന്നത്? സെക്ഷൻ എ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കൊമേഴ്സ് പഠിച്ചത്, അല്ലെങ്കിൽ ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ട്രീംസ് പഠിച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ BCom ഡിഗ്രി അല്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം CMA USAക്ക് ട്രിപ്പിൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം CMA USA എന്ന് പറയുന്നത് കൊമേഴ്സുകാർക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തൊരു കോഴ്സേ അല്ല, ഏത് സ്ട്രീമിലുള്ളവർക്കും പഠിക്കാവുന്നതാണ്. അതേസമയം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ടിങ് എന്താണ്, അല്ലെങ്കിൽ ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ്, അസറ്റ് എന്താണ്, ഇൻകം എന്താണ്, റവന്യൂ എന്താണ്, എക്സ്പെൻസ് എന്താണ്, ഇതിനെപ്പറ്റി കുറച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ CMA USAക്ക് ജോയിൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ +1 +2 പഠിച്ച ഒരുവിധം കാര്യങ്ങളെല്ലാം, കൊമേഴ്സിൽ പഠിച്ച ഒരുവിധം കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ആവുന്നതായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ കൊമേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ചില ടോപ്പിക്സ് ഒന്നും അത്ര ക്ലിയർ ആയിട്ട് അറിയണം എന്നില്ല അല്ലേ. കുഴപ്പമില്ല, ഈ ഒരു ക്ലാസ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സയൻസ് പഠിച്ചവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് പുറമെ ക്ലാസ് എടുക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ഓരോ സെക്ഷൻ്റെയും CMA USAയുടെ ക്ലാസ് ഫാക്കൽറ്റീസ് എടുക്കുന്ന സമയത്ത് ഓരോന്നിൻ്റെയും ബേസിക്സ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു സെക്ഷൻ എ പഠിക്കുന്ന സമയത്ത്, അതായത് CMA USAയുടെ പാർട്ട് 2 സെക്ഷൻ എ പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും 3 സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെയായിരുന്നു? ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അല്ലേ. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തായിരുന്നു ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കമ്പനിയുടെ റവന്യൂസും എക്സ്പെൻസസും. ഓക്കെ, എന്താണ്? ഒരു കമ്പനിയുടെ റവന്യൂസും എക്സ്പെൻസസും, കമ്പനിയുടെ വരവുകളും ചിലവുകളും ഒക്കെ കാണിച്ച് കമ്പനിക്ക് അവസാനം ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഏതാണ്? ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, കമ്പനിയുടെ റവന്യൂസ്, കമ്പനിയുടെ വരവുകൾ, കമ്പനിയുടെ ഇൻകംസ് റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ കമ്പനിയുടെ ചെലവുകൾ, എക്സ്പെൻസസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ കമ്പനിയുടെ വരവിൽ നിന്നും ചെലവുകളെല്ലാം പോയി കഴിഞ്ഞ് കമ്പനിക്ക് നെറ്റ് പ്രോഫിറ്റ് ആണോ അതോ ലോസ് ആണോ എന്ന് കണ്ടുപിടിച്ച് ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്തെന്ന് പറയും? ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഓക്കെ, സിംപ്ലി പറയുകയാണെങ്കിൽ ഇതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്? ഷോസ് വാട്ട് ദ കമ്പനി ഓൺസ് ആൻഡ് വാട്ട് ദ കമ്പനി ഓഫ്സ്. അതായത് കമ്പനിയുടെ കയ്യിൽ ഒരുപാട് അസറ്റുകൾ ഉണ്ടായിരിക്കും അല്ലേ. കമ്പനിയുടെ കയ്യിൽ ഒരുപാട് അസറ്റുകൾ ഉണ്ടായിരിക്കും, അതുപോലെ കമ്പനിക്ക് ഒരുപാട് ബാധ്യതകളും ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ കമ്പനിയുടെ അസറ്റ്സും കമ്പനിയുടെ ലയബിലിറ്റീസും കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് പേര് വിളിക്കും? ബാലൻസ് ഷീറ്റ് എന്ന് പറയും. ഓക്കെ, ബാലൻസ് ഷീറ്റ്. കമ്പനിക്ക് എന്തൊക്കെ അസറ്റുകളുണ്ട്, കമ്പനിക്ക് എത്രത്തോളം ബാധ്യതകളുണ്ട്. അതായത് ഇപ്പോൾ കമ്പനിയുടെ അസറ്റുകൾ എന്ന് വെച്ചാൽ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള സാധനങ്ങളല്ലേ, അത് നമുക്ക് എന്തെന്ന് പറയാം? വാട്ട് ദ കമ്പനി ഓൺസ് എന്ന് പറയാൻ പറ്റും അല്ലേ. ഇനി കമ്പനിയുടെ ബാധ്യതകൾ, ഒബ്ലിഗേഷൻസ്, അല്ലെങ്കിൽ കമ്പനി മറ്റൊരാൾക്ക് കൊടുക്കാനുള്ളതിന് നമ്മൾ എന്തെന്ന് പറയും? വാട്ട് ദ കമ്പനി ഓഫ്സ്, കൊടുക്കാനുള്ളത് എന്ന് പറയും അല്ലേ. അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്പനിക്ക് എന്തൊക്കെയാണോ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളത്, അസറ്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ കമ്പനി കൊടുക്കാനുള്ള ബാധ്യതകൾ, കമ്പനിയുടെ ലയബിലിറ്റീസും കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്തെന്ന് പറയും? സിംപ്ലി ഇതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ല എങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയും. നമുക്കിത് നോക്കുമ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ബാലൻസ് ഷീറ്റ്. ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അതായത് കമ്പനിയുടെ എന്തൊക്കെ
എത്രത്തോളമാണ് ക്യാഷ് എക്സ്പെൻഡ് ചെയ്യുന്നത്, ചിലവാക്കുന്നത്, അതുപോലെ എന്തൊക്കെയാണ് ക്യാഷ് റവന്യൂസ്, എത്രത്തോളം ക്യാഷ് കമ്പനിക്ക് അകത്തേക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ ക്യാഷ് ആയിട്ട് കമ്പനിയുടെ കയ്യിൽ നിന്ന് എത്രത്തോളം പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത്തരം ക്യാഷ് ഇൻവോൾവ്മെന്റ് വരുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ കമ്പനി ഏൺ ചെയ്യുന്നതും സ്പെൻഡ് ചെയ്യുന്നതും കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്തെന്ന് പറയും? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷിന്റെ ഫ്ലോ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഔട്ട് ഫ്ലോസും ഇൻഫ്ലോസും കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്തെന്ന് പറയും? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അപ്പോൾ ഇതാണ് സിംപ്ലി പറയുകയാണെങ്കിൽ 3 സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റി അറിയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് സെക്ഷൻ എ പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവരോ അല്ലെങ്കിൽ കേട്ട് മറന്നവരാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സിൻ്റെ ക്ലാസ്സിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നോക്കിക്കോളൂ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അപ്പോൾ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുകയാണ് നമ്മൾ ഏതിൽ ചെയ്യുന്നത്? സെക്ഷൻ എ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൽ ചെയ്യുന്നത്. എന്തിനു വേണ്ടി അനലൈസ് ചെയ്യുന്നു? കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ്, ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണ്, കമ്പനി പ്രോഫിറ്റബിൾ ആണോ അല്ലേ, ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിന് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കിയാലോ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് റിവ്യൂയിങ് ആൻഡ് അനലൈസിങ് കമ്പനീസ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്തിനു വേണ്ടിയിട്ട്? ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് പെർഫോമൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത്. ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ്, ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 3 സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, കമ്പനിയുടെ ഇൻകവും അല്ലെങ്കിൽ റവന്യൂവും എക്സ്പെൻസും ഒക്കെ കാണിക്കുന്ന ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് വരും എന്നാണ് അറിയേണ്ടത്. ഓക്കെ, അതുപോലെ ബാലൻസ് ഷീറ്റ് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? അസറ്റുകളും ലയബിലിറ്റീസും ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് എക്സ്പെൻഡ് ചെയ്യുന്നതും ക്യാഷ് ഏൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റായ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സിനെയും പറ്റി നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും അനലൈസ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഒരുവിധ ഐഡിയ ഉണ്ട് എങ്കിലും നമ്മൾ ഈ ഒരു സെക്ഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഐറ്റംസ് പഠിക്കുന്നുണ്ട്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെ ഐറ്റംസ് വരും നമ്മൾ അങ്ങോട്ട് പോകെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളും. എന്തിനു വേണ്ടി നമ്മളിത് ചെയ്യുന്നു? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആക്ച്വലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിലൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്ത് തരികയാണ്. നമ്മൾ എന്തിനു വേണ്ടി ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കിയാലോ. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഹെൽപ്സ് ഇൻ മേക്കിംഗ് സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അതായത് നമുക്കൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുന്നു. ഓക്കെ, അനാലിസിസ് ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് കേട്ടോളൂ. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇൻവെസ്റ്റർ ആണ് അനലൈസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ എന്തിനു വേണ്ടി ഇത് അനലൈസ് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്ററുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം റിട്ടേൺ കിട്ടുന്നുണ്ട്, കമ്പനിക്ക് എത്രത്തോളം സെയിൽസ് ഉണ്ട്, അതിൻ്റെ എത്ര ശതമാനമാണ് കമ്പനിയുടെ പ്രോഫിറ്റ്, കമ്പനിക്ക് എത്രത്തോളം അസറ്റുകളുണ്ട്, കമ്പനിയുടെ ബാധ്യതകളൊക്കെ കൊടുത്തു തീർക്കാനുള്ള ഒരു അവസ്ഥയിലാണോ കമ്പനി, കമ്പനിയുടെ ബാധ്യതകൾ കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം അസറ്റ് കമ്പനിയുടെ കയ്യിലുണ്ടോ, കമ്പനി ഈ അടുത്ത കാലത്ത് എങ്ങാനും ഇൻസോൾവെൻ്റ് ആയി പോകുമോ, ഇത്തരത്തിൽ ഇൻവെസ്റ്ററിന് അറിയണമല്ലേ. ഇൻവെസ്റ്റർ ആളുടെ പൈസ മുടക്കി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കാണ്. അപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ്, ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണെന്ന് എന്തായാലും ഇൻവെസ്റ്ററിന് അറിയണം അല്ലേ. അപ്പോൾ അതറിയുന്നതിന് വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യാറുണ്ട്. ഓരോ വർഷത്തെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും. എന്നിട്ട് കമ്പനി പ്രോഫിറ്റബിൾ ആണോ, കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ പ്രോഫിറ്റ് കൂടിയോ കുറഞ്ഞോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സ്പെൻസുകൾ കൂടിയോ, ചിലവുകൾ കൂടിയോ, അല്ലെങ്കിൽ കമ്പനിയുടെ കയ്യിലുള്ള അസറ്റ് കുറഞ്ഞോ, അല്ലെങ്കിൽ കമ്പനിയുടെ ബാധ്യതകൾ കൂടിയോ എന്നൊക്കെ ഇൻവെസ്റ്ററിന് അറിയാൻ താല്പര്യം ഉണ്ടാവില്ലേ? ഡെഫിനറ്റ്ലി ഉണ്ടാവും അല്ലേ. നിങ്ങളാണ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇതൊക്കെ നോക്കത്തില്ലേ? ഇനി നിങ്ങളൊരു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർ ആണെന്ന് വിചാരിച്ചോളൂ. പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർ എന്ന് വെച്ചാൽ എന്താ? ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന ആളെ, ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളെ നമ്മൾ എന്തെന്ന് പറയും? പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർ എന്ന് പറയും. അപ്പോൾ നിങ്ങളൊരു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർ ആണ്, അതായത് ഒരു കമ്പനിയെ പറ്റി നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, എവിടെയെങ്കിലും കൊണ്ട് കളയാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതെങ്കിലും കമ്പനി പോയി ഇൻവെസ്റ്റ് ചെയ്യോ? ഒരിക്കലും ഇല്ല അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യും? ആ കമ്പനി മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യും അല്ലേ. കമ്പനിക്ക് ലാഭമുണ്ടോ, കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ്, ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണ്, റിട്ടേൺ എത്രത്തോളം ഉണ്ടാവും, കമ്പനിക്ക് അസറ്റ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കത്തില്ലേടാ. ഇത് നോക്കുന്നതിന് തന്നെയാണ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റർ എന്തിനു വേണ്ടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ?
അതായത് അയാൾക്ക് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയാണ്. ഈ കമ്പനി തന്നെ ഇൻവെസ്റ്റ്മെന്റ് തുടരണമോ അതോ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തിരിച്ചെടുക്കണമോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, ദെൻ ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ച്, അതായത് ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, കടം കൊടുക്കുന്ന ആളെ നമ്മൾ എന്തെന്ന് പറയും, ക്രെഡിറ്റർ എന്ന് പറയും. ഓക്കെ, കടം കൊടുക്കുന്ന ആളെന്ന് പറയും ക്രെഡിറ്റർ എന്ന് പറയും. ഇപ്പം ഞാനാണ് ഒരു കമ്പനി, എൻ്റെ കമ്പനി ഒരാളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കടം തന്ന ആളെ ഞാൻ എന്തെന്ന് പറയും, ക്രെഡിറ്റർ എന്ന് പറയില്ല. കാരണം ഞാൻ അയാൾക്ക് പൈസ കൊടുക്കാനായിട്ടുണ്ട്, ഒരു ക്രെഡിറ്ററിന് പൈസ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ക്രെഡിറ്റർ അടുത്ത വട്ടം എനിക്ക് കടം തരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആദ്യമായിട്ട് എനിക്ക് കടം തരുമ്പോൾ എന്ത് നോക്കും, ഈ ആളെ കൊണ്ട് ഞാൻ കൊടുക്കുന്ന പൈസ തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണോ ഈ കമ്പനി. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കടം കൊടുത്തു, എനിക്ക് എല്ലാ മാസവും അല്ലേ, ഞാൻ എൻ്റെ കമ്പനി കടമെടുത്തു, ഒരാളുടെ എ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ കടമെടുത്തു. അപ്പോൾ എല്ലാ മാസവും ഞാനൊരു 10% ഇൻട്രസ്റ്റും കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റും കൊടുക്കണം. അപ്പോൾ കടം എടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ എനിക്ക് കടം തരുന്നതിന് മുന്നേ എന്ന് പറയുന്ന ആൾ എന്ത് നോക്കും, എല്ലാ വർഷവും ഇൻട്രസ്റ്റ് തരാനുള്ള കപ്പാസിറ്റി ഈ കമ്പനിക്കുണ്ടോ, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഫുൾ എമൗണ്ട് എനിക്ക് ഏതെങ്കിലും കാലത്ത് തിരിച്ചു തരാനുള്ളൊരു കപ്പാസിറ്റി കമ്പനിക്കുണ്ടോ, കമ്പനി അത്യാവശ്യം ഏർണിങ്സ് ഉണ്ടാക്കുന്നുണ്ടോ, കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന കമ്പനി ആയിരിക്കും ഇത്, ഇവരുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ടല്ലേടാ എനിക്ക് പൈസ കടം അവർ തരത്തുള്ളൂ, ഇല്ലേ? സെയിം ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് ഒരാൾ കടം കൊടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യും, ആർക്കാണോ കടം കൊടുക്കുന്നത് ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ്, ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണെന്ന് നോക്കും, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഞാനൊരു കമ്പനിയാണെന്ന് പറഞ്ഞല്ലോ, എനിക്ക് ഓൾറെഡി ഒരുപാട് കടങ്ങളുണ്ട്, എന്നെക്കൊണ്ട് ഇൻട്രസ്റ്റ് ഒന്നും അടച്ചു തീർക്കാൻ പറ്റുന്നില്ല, അവരുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഒന്നും എന്നെക്കൊണ്ട് കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ അടുത്ത ബാങ്കിൽ പോയി കടം ചോദിക്കുന്ന സമയത്ത് ബാങ്ക് കണ്ണും പൂട്ടി ഇതാ പൈസ എന്ന് പറഞ്ഞ് എടുത്ത് തരുമോ? ഇല്ല. അവരെന്ത് ചെയ്യും, എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യും, അല്ലേ? എനിക്ക് മുന്നേ എത്രത്തോളം കടമുണ്ട്, എത്രത്തോളം ഇൻട്രസ്റ്റ് എല്ലാ വർഷവും എനിക്ക് വരുന്നുണ്ട്, അത് ഞാൻ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടോ, ഇനി ഈ ബാങ്ക് എനിക്ക് കടം തരികയാണെങ്കിൽ എനിക്ക് ആ ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, ആവശ്യത്തിന് ഏർണിങ്സ് ഉണ്ടാക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മൾ അതിനൊരു ഇത് പേര് പറയുമല്ലോ, സിബിൽ സ്കോർ എന്നൊക്കെ പറയത്തില്ലേ, സിബിൽ സ്കോർ ഒക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് EMI ഒക്കെ കിട്ടുന്നത്, അല്ലേ? അതെന്താ നോക്കുന്നത്, നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണെന്ന് നോക്കിയിട്ടായിരിക്കും നമുക്ക് കടം കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ക്രെഡിറ്റേഴ്സ്, കടം തരുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്യും. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. ദെൻ മാനേജേഴ്സിനെ സംബന്ധിച്ച്, കമ്പനിയുടെ മാനേജറിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നമ്മുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും ഫ്യൂച്ചറിലേക്കുള്ള ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലേ? ലോങ് ടേമിലേക്ക് ഓരോ പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്, ലോങ് ടേമിലേക്ക് ഒരുപാട് ഡിസിഷൻസ് എടുക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ഇപ്പോഴത്തെ എൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ വിചാരിച്ചോളൂ, ഇപ്പോൾ എൻ്റെ കമ്പനി പൊട്ടിപ്പൊളിഞ്ഞ് 1 രൂപ പോലും പ്രോഫിറ്റ് ഇല്ലാണ്ട് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ വിചാരിക്കണം ഒരു 50 കോടി അടുത്ത വർഷം ഇൻവെസ്റ്റ് ചെയ്ത് പുതിയൊരു ബ്രാഞ്ച് തുടങ്ങാമെന്ന്. അതെന്താണ്, ഞാൻ മര്യാദയ്ക്ക് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്, അല്ലേ? ഉള്ളത് നല്ല പ്രോഫിറ്റ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് പകരം പിന്നെയും ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തി എന്ത് ചെയ്യാൻ, ലോസിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഞാനിവിടെ കൂട്ടിയത്, അല്ലേ? കാരണം എന്താ, ഞാൻ പ്രോപ്പറായിട്ട് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. സോ മാനേജേഴ്സ് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അവർക്ക് ലോങ് ടേമിലേക്ക് പുതിയ ഡിസിഷൻസ് എടുക്കാനും, അല്ലെങ്കിൽ ഇപ്പോൾ ലോസിലാണെങ്കിൽ ആ ലോസ് എങ്ങനെ മാറ്റാം എന്നതുമായി ബേസ് ചെയ്ത ഡിസിഷൻസ് എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതിന് മാത്രമല്ല, ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് കമ്പനി പ്രോഫിറ്റബിൾ ആണോ, കമ്പനി സോൾവൻ്റ് ആണോ, കമ്പനിയുടെ ബാധ്യതകൾ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണോ കമ്പനി ലോസിലാണോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ഏത് സഹായിക്കുന്നുണ്ട്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഹോൾ സെക്ഷനിൽ നമ്മുടെ ഇൻവെസ്റ്ററിനും മാനേജറിനും ക്രെഡിറ്ററൊക്കെ നോക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ്, ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണെന്നൊക്കെയാണ് പഠിക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ഫിനാൻഷ്യൽ റേഷ്യോസിനെ പറ്റി പഠിക്കാനുണ്ട്, ഏർണിങ്സ് ക്വാളിറ്റി പഠിക്കാനുണ്ട്, കമ്പാരിറ്റീവ് അനാലിസിസിനെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട്. ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, കമ്പനി എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പനി എത്രത്തോളം സെയിൽസ് ഉണ്ടാക്കുന്നുണ്ട്, കമ്പനിയുടെ അസറ്റ്സ് കമ്പനി എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ കമ്പനി കൊടുത്തു തീർക്കാനുള്ള പൈസയൊക്കെ കൊടുത്തു തീർക്കുന്നുണ്ടോ, ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ള എബിലിറ്റി കമ്പനിക്കുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ, നമുക്കത് മെഷർ ചെയ്ത് നോക്കണ്ടേ. കമ്പനിക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ള എബിലിറ്റി ഉണ്ടോ നമ്മൾ മെഷർ ചെയ്ത് നോക്കണം. ഈ മെഷർ ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു സാധനം നമുക്ക് വേണ്ടേ, അതാണ് ഫിനാൻഷ്യൽ റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പം ഫിനാൻഷ്യൽ റേഷ്യോസ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്നും നമ്മൾ മെഷർ ചെയ്യുന്നു, ഓരോ എബിലിറ്റിയും നമ്മൾ മെഷർ ചെയ്യുന്നു. ദെൻ അത് വെച്ച് നമ്മൾ ഡിസിഷൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അനാലിസിസ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ റേഷ്യോസ്, കുറച്ചധികം റേഷ്യോസ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ
പഠിക്കാനുണ്ട്. വളരെ ഈ റേഷ്യോസ് ഒക്കെ നമ്മൾ കാണാതെ പഠിക്കുന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ കോൺസെപ്ഷ്യൽ ക്ലാരിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് വേണ്ടത്. ഒരു റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു റേഷ്യോ കണ്ടുപിടിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ കേട്ടോളൂ, ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ റേഷ്യോസ് പഠിക്കാനുണ്ട്. ദെൻ ഏർണിങ്സ് ക്വാളിറ്റി, ഒരു കമ്പനിക്ക് കിട്ടുന്ന ഏർണിങ്സ് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ്. ഓക്കെ, കമ്പനി എത്രത്തോളം ഏൺ ചെയ്യുന്നുണ്ട്, ആ ഏർണിങ്സിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ കമ്പാരിറ്റീവ് അനാലിസിസ്, അതായത് നമ്മുടെ കമ്പനിയും വേറൊരു കമ്പനിയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, വേറൊരു കമ്പനിയായിട്ട് നമ്മുടെ കമ്പനി എന്ത് ചെയ്യാറുണ്ട്, കമ്പയർ ചെയ്യാറുണ്ട് അല്ലേ, കമ്പയർ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ പഴയ പാസ്റ്റ് പെർഫോമൻസുമായിട്ട് എന്ത് നടത്താം, കമ്പാരിസൺസ് നടത്താം. സോ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ സെക്ഷൻ എ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ അനലൈസ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് റേഷ്യോസ് യൂസ് ചെയ്ത്, ഫിനാൻഷ്യൽ റേഷ്യോസ് യൂസ് ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ അനലൈസ് ചെയ്യുന്നു. ദെൻ നമുക്ക് കിട്ടുന്ന ഏർണിങ്സിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നോക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി വേറൊരു കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി തന്നെ പാസ്റ്റ് പെർഫോമൻസുമായിട്ടുള്ള കമ്പാരിസൺ. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ഡീൽ ചെയ്യുന്നത്. അപ്പം എന്തൊക്കെയാണ് ഓവറോൾ നമ്മൾ പഠിക്കുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ റേഷ്യോസ് ആണ്. ഓക്കെ, സെക്ഷൻ എയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫിനാൻഷ്യൽ റേഷ്യോസ് എന്ന് പറഞ്ഞല്ലേ. കുറച്ചധികം ഒരു 10-30ഓളം ഫിനാൻഷ്യൽ റേഷ്യോസ് നമുക്ക് പഠിക്കാനുണ്ട്. നമ്പർ കേട്ട് നിങ്ങൾ തലയിറങ്ങേണ്ട ആവശ്യമില്ല, കാരണം വളരെ സിമ്പിളായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന റേഷ്യോസ് ആണ്. ഓക്കെ, എന്താണ് ഈ ഫിനാൻഷ്യൽ റേഷ്യോസിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കിയാലോ. ഇപ്പം ഞാൻ ഈ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്ത് തരികയാണ്. ഓക്കെ, കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നു. ഇപ്പോൾ 2 കമ്പനീസ് ഉണ്ടെന്ന് ചോദിച്ചു, 2 കമ്പനീസ് ഉണ്ട്, 2 കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നു. നിങ്ങൾ ഇതിൽ ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, 2 കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുകയാണ്. ഇപ്പോൾ 2 കമ്പനിയുടെയും പ്രോഫിറ്റിലേക്ക് നോക്കുന്നു. എ എന്ന് പറയുന്ന കമ്പനി 5000 ആണ് പ്രോഫിറ്റ്, ബി എന്ന് പറയുന്ന കമ്പനിക്കും 5000 ആണ് പ്രോഫിറ്റ്. അപ്പോൾ ഇതിൽ ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എമൗണ്ട്സിൽ മാത്രം നോക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന കമ്പനിക്ക് 5000 ആണ് പ്രോഫിറ്റ്, പക്ഷേ ബി എന്ന് പറയുന്ന കമ്പനിക്ക് 10000 ആണ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കണം ബിക്ക് 10000 രൂപ പ്രോഫിറ്റ് ഇല്ല, അപ്പോൾ ബി ആണ് അടിപൊളി കമ്പനി എന്ന് വെച്ചാൽ നമ്മൾ വേണമെങ്കിൽ ബിയിൽ കയറി ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ. പക്ഷേ നമ്മൾ അങ്ങനെ മാത്രം നോക്കുന്നത്, അല്ലെങ്കിൽ എമൗണ്ട്സിൽ മാത്രം നോക്കുന്നത് കൊണ്ട് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റണം എന്നില്ല. എന്താണെന്ന് ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു എക്സാമ്പിൾ ആദ്യം ഞാൻ പറയാം. ഓക്കെ, ഇപ്പോൾ സയൻസിലെ ഒരു സ്റ്റുഡൻറ്റും ഉണ്ട്, കൊമേഴ്സിലെ ഒരു സ്റ്റുഡൻറ്റും ഉണ്ട്. ഓക്കെ, സയൻസിലെ ഒരു സ്റ്റുഡൻറ്റും ഉണ്ട്, കൊമേഴ്സിലെ ഒരു സ്റ്റുഡൻറ്റും ഉണ്ട്. 2 പേർക്കും ഒരു എക്സാമിന് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 5 ആണ്. സയൻസിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി? 5. ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തി, സയൻസിൽ പഠിക്കുന്ന കുട്ടിക്ക് 5 മാർക്ക് കിട്ടി, കൊമേഴ്സിലെ കുട്ടിക്ക് എത്ര കിട്ടി? 5 മാർക്ക് കിട്ടി. ടോട്ടൽ എത്ര മാർക്കിനായിരുന്നു പരീക്ഷ എന്ന് പറയുന്നത്? ടോട്ടൽ സയൻസിലെ കുട്ടിക്ക് 10 മാർക്കിനായിരുന്നു പരീക്ഷ. എത്ര മാർക്കിനായിരുന്നു? 10 മാർക്കിനായിരുന്നു പരീക്ഷ. അതിന് എത്ര മാർക്ക് നേടി? 5 മാർക്ക് നേടി ആ കുട്ടി. ഇനി കൊമേഴ്സിൽ പഠിക്കുന്ന കുട്ടിക്കോ ഇപ്പം 20 മാർക്കിനായിരുന്നു എക്സാം. അതിലാണ് ആ കുട്ടിക്ക് എത്ര കിട്ടിയത്? 5 മാർക്ക് കിട്ടിയത്. നിങ്ങൾ ജസ്റ്റ് മാർക്ക് മാത്രം നോക്കുകയാണെങ്കിൽ എന്ത് പറയും? 2 പേരും ഒരേപോലെയാണ്, 2 പേർക്കും ഒരേ മാർക്സ് ആണല്ലോ എന്ന് പറയുമല്ലേ. 2 പേരുടെയും മാർക്ക് മാത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്ത് പറയും? 2 പേരും ഒരേപോലെയാണ്, അവരുടെ പെർഫോമൻസ് ഒരേപോലെയാണ്, 2 പേർക്കും ഒരേ മാർക്കാണല്ലോ. സോ 2 പേരുടെയും ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ക്ലാസ്സിലെ, ഇവിടെ ഫിനാൻഷ്യൽ അല്ല, ക്ലാസ്സിലെ പെർഫോമൻസ് ഒരേപോലെയാണെന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കുകയാണ് എങ്കിൽ എന്ത് മനസ്സിലാക്കാം? സയൻസിൽ പഠിക്കുന്ന കുട്ടിക്ക് ആ ക്ലാസ്സിൽ 10 മാർക്കിന് നടത്തിയ പരീക്ഷയാണല്ലേ. 10 മാർക്കിൻ്റെ എക്സാമിൽ ആ കുട്ടി 5 മാർക്ക് സ്കോർ ചെയ്തു എന്ന് പറയുമ്പോൾ എത്ര ശതമാനം സ്കോർ ചെയ്തു? 50% സ്കോർ ചെയ്തില്ല. എങ്ങനെ കണ്ടുപിടിച്ചു? ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് ബൈ ടോട്ടൽ മാർക്ക്. ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് 5 ആണ്. ടോട്ടൽ എത്ര മാർക്കിനായിരുന്നു? 10 മാർക്കിനായിരുന്നു. ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 50% എന്ന് കിട്ടും അല്ലേ, 50% എന്ന് കിട്ടും. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ടോട്ടൽ മാർക്കിൻ്റെ 50% ആണ് സയൻസിലെ കുട്ടി സ്കോർ ചെയ്തതെന്ന് മനസ്സിലാക്കാം അല്ലേടാ. ടോട്ടൽ മാർക്സിൻ്റെ 50% സയൻസിലെ കുട്ടി സ്കോർ ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അങ്ങനെയാണെങ്കിലേ കൊമേഴ്സിലെ സ്റ്റുഡൻറ്റിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേ. പെന്നിൻ്റെ ബോൾഡ്നെസ് ഒന്ന് കുറയ്ക്കട്ടെ. കൊമേഴ്സിലെ സ്റ്റുഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞേടാ. കൊമേഴ്സിലെ സ്റ്റുഡൻറ്റിന് കിട്ടിയത് 5 മാർക്കാണ്. ടോട്ടൽ മാർക്ക് എത്രയായിരുന്നു? 20 ആയിരുന്നു. 20ൽ 5 മാർക്ക് എന്ന് പറയുമ്പോൾ എത്ര ശതമാനമാണ്? 25% ആണ് അല്ലേ, 25% ആണ്. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, മാർക്ക് വെച്ച് നോക്കുമ്പോൾ ജസ്റ്റ് ആ ന്യൂമറിക്കൽ എമൗണ്ട് ആയിട്ടുള്ള 5 എന്ന മാർക്ക് നോക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? 2 പേരും ഒരേപോലെ പെർഫോം ചെയ്തു എന്ന് പറയും. പക്ഷെ അതാണോ സത്യാവസ്ഥ? അല്ല.
ടോട്ടൽ മാർക്കുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് സയൻസിലെ സ്റ്റുഡൻറ്റ് ടോട്ടൽ മാർക്കിൻ്റെ 50% സ്കോർ ചെയ്തു. കൊമേഴ്സിലെ സ്റ്റുഡൻറ്റോ ടോട്ടൽ മാർക്കിൻ്റെ 25% മാത്രമേ കൊമേഴ്സിലെ സ്റ്റുഡൻറ്റിന് കിട്ടിയുള്ളൂ. അപ്പോൾ ഇതിൽ ആരാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? സയൻസിലെ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞൂടെ? ഇല്ലേ, സയൻസിലെ സ്റ്റുഡൻ്റ് ആണെന്ന് പറയാം. നിങ്ങൾ ഇവിടെ 5/10 അല്ലെങ്കിൽ 5/20 എന്നൊരു റേഷ്യോ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇതിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായത് അല്ലേ? നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് മനസ്സിലായില്ലേ? സെയിം ഇതുപോലെ തന്നെ കമ്പനീസിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റേഷ്യോസ് യൂസ് ചെയ്യും. കമ്പനിയുടെ പെർഫോമൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? റേഷ്യോസ് യൂസ് ചെയ്യും. ഇത് വെച്ച് തന്നെ ഇപ്പോൾ കമ്പനി വെച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, റേഷ്യോസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെന്നാണ് പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് റേഷ്യോസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, ബി എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ഓക്കെ, എ എന്ന് പറയുന്ന കമ്പനിയുടെ സെയിൽസ് റവന്യൂ, അതായത് സെയിൽസ് റവന്യൂ എന്ന് വെച്ചാൽ എന്താണ്? കമ്പനി ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് വിറ്റ് കമ്പനിക്ക് കിട്ടുന്ന റവന്യൂ. ഓക്കെ, അപ്പോൾ പെൻ ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ പേനകൾ വിറ്റ് കമ്പനിക്ക് മൊത്തത്തിൽ കിട്ടുന്ന റവന്യൂ നമ്മൾ എന്തെന്ന് പറയും? സെയിൽസ് റവന്യൂ എന്ന് പറയും. ഓക്കെ, 10,000 രൂപയാണ് കമ്പനിയുടെ സെയിൽസ് റവന്യൂ. ഓക്കെ, 10,000 രൂപയാണ് കമ്പനിയുടെ സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത്. അതിൽ കമ്പനിക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചിലവുകളുണ്ടായി, ഒരുപാട് എക്സ്പെൻസ് ഒക്കെ വന്നു. ആ എക്സ്പെൻസുകൾ എന്ന് പറയുന്നത് ഒരു 6,000 രൂപയാണെന്ന് വിചാരിച്ചുള്ള 6,000 ആണ്. പോയിട്ട് പ്രോഫിറ്റ് എത്ര കിട്ടും? ഇപ്പം ഞാനിവിടെ ടാക്സ് ഒന്നും കൊടുക്കുന്നില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, 10,000 രൂപയാണ് പേന വിറ്റ് മൊത്തം കിട്ടിയ പൈസ 10,000 ആണ്. അതിൽ നിന്നും പേന ഉണ്ടാക്കാനും വിൽക്കാനുമായ ചിലവുകൾ എന്ന് പറയുന്ന 6,000 ആണെങ്കിൽ അത് പോയിട്ട് ബാക്കി പ്രോഫിറ്റ് എത്രയുണ്ട്? 4,000 ആണ്. ഓക്കെ, 4,000 ആണ്. ഇനി കമ്പനി ബി, ഇത് വേറെ കമ്പനിയാണ്. ബി എന്ന് പറയുന്നത് വേറൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത് 1,00,000 എത്രയാണ്? 1,00,000. അവിടെ കമ്പനിയുടെ ചിലവുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ആ കമ്പനി ഇപ്പം വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന പേന ഉണ്ടാക്കുന്നതിന് വേറൊരു കമ്പനിയാണെന്ന് വിചാരിച്ചോളൂ. ആ കമ്പനി 1,00,000 രൂപ സെയിൽസ് റവന്യൂ കിട്ടി. കമ്പനിയുടെ ചിലവുകൾ എന്ന് പറയുന്നത് 80,000 രൂപയാണ്. പോയിട്ട് പ്രോഫിറ്റ് എത്ര കിട്ടും? 20,000 കിട്ടും. ഓക്കെ, നിങ്ങൾ സിംപ്ലി പ്രോഫിറ്റിലേക്ക് നോക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? സിംപ്ലി പ്രോഫിറ്റിലേക്ക് മാത്രം നോക്കുകയാണ്. പ്രോഫിറ്റിലേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആരാണ് ബെസ്റ്റ് എന്ന് പറയും? കമ്പനി ബി ആണ് ബെസ്റ്റ് എന്ന് പറയുമല്ലേ? കാരണം എന്താ? കമ്പനിക്ക് 20,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. കമ്പനി എക്ക് 4,000 രൂപയല്ലേ പ്രോഫിറ്റ് ഉള്ളൂ. കമ്പനി ബിക്ക് ആണെങ്കിൽ 20,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. സോ കമ്പനി ബി ആണ് സൂപ്പർ എന്ന് പറയും. പക്ഷേ സത്യാവസ്ഥ അതാണോ? നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഡീപ്പായിട്ട് നോക്കിയിടാം. കമ്പനി എയുടെ കേസിൽ അവരുടെ പ്രോഫിറ്റ് 4,000 ആണ്. ഓക്കെ, അവർക്ക് മൊത്തം കിട്ടുന്ന റവന്യൂ എത്രയാണ്? പേന വിറ്റ് മൊത്തം കിട്ടുന്ന റവന്യൂ എത്ര? 10,000. ആ 10,000-ൽ ചിലവെല്ലാം പോയിട്ട് അവർക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്? 4,000 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് 40%. എത്രയെന്ന് കിട്ടും? 40% എന്ന് കിട്ടും അല്ലേ? അതായത് 4,000/10,000 ചെയ്യുമ്പോൾ 0.4 എന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത് പെർസെൻറ്റേജിലാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 40% എന്ന് കിട്ടും. എന്ത് കിട്ടും? 40% എന്ന് കിട്ടും. ഓക്കെ, 40%. ഓക്കെ, അപ്പോൾ നോക്കിക്കോളും. അപ്പോൾ 10,000 രൂപ മൊത്തം റവന്യൂ കിട്ടിയതിൽ നിന്നും എക്സ്പെൻസുകളെല്ലാം പോയിട്ട് 4,000 രൂപ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ അവരുടെ സെയിൽസിൻ്റെ 40% അവരുടെ പ്രോഫിറ്റ് ആണെന്ന് പറയാൻ പറ്റും. കമ്പനി ബിയുടെ കേസിലാണെങ്കിലോ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 20,000 ആണ് അല്ലേ? പ്രോഫിറ്റ് എത്രയാണ്? 20,000 ആണ്. മൊത്തം എത്ര രൂപയുടെ റവന്യൂ അവർ ഉണ്ടാക്കുന്നുണ്ട്? 1,00,000 രൂപയ്ക്ക് അവർ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അതിൽ നിന്നും ചിലവുകൾ പോയിട്ട് അവർക്ക് ബാക്കി വരുന്ന പ്രോഫിറ്റ് 20,000 ആണ്. ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര ശതമാനം എന്ന് കിട്ടും? 20% എന്ന് കിട്ടും. ഇതിൻ്റെ മീനിങ് എന്താണ്? കമ്പനി ബി അവർക്ക് കിട്ടുന്ന റവന്യൂവിൻ്റെ 20% അവരുടെ പ്രോഫിറ്റ്. ബാക്കി 80% അവർക്ക് എന്താണ്? ചിലവാണ് അല്ലേ? അവർക്കൊരു സാധനം വിറ്റൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 80 രൂപയും ആ സാധനം ഉണ്ടാക്കാനാകുന്ന ചിലവാണ്. ബാക്കി 20 മാത്രമേ അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ. അതേ സെൻസിൽ തന്നെ നമ്മളിവിടെ പറയുമ്പോൾ കമ്പനി 1,00,000 രൂപ റവന്യൂ ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ 80% ചിലവ് പോയിട്ട് ബാക്കി 20,000 മാത്രമേ പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ. അതേസമയം കമ്പനി എ ആണെങ്കിലോ 10,000 രൂപയ്ക്ക് സെയിൽസ് നടക്കുമ്പോൾ ആകെ 60%, 6,000 രൂപ ചിലവ് പോയിട്ട് ബാക്കി 40% അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ന്യൂമറിക്കൽ എമൗണ്ട്സ് മാത്രം കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? കമ്പനി ബി ആണ് അടിപൊളി എന്ന് പറയും. പക്ഷെ അതാണോ സത്യാവസ്ഥ? അല്ല. കമ്പനി എ ആണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് അല്ലേ? അവർക്ക് കിട്ടുന്ന സെയിൽസ് റവന്യൂൻ്റെ കൂടുതലും പ്രോഫിറ്റാക്കി മാറ്റുന്നത് ആരാണ്? കമ്പനി എ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 4,000/10,000, അതായത് കമ്പനിയുടെ പ്രോഫിറ്റ് ബൈ കമ്പനിയുടെ സെയിൽസ് റവന്യൂ. ബിയും അതുപോലെ തന്നെ കമ്പനി ബിയുടെ പ്രോഫിറ്റ് ബൈ കമ്പനിയുടെ സെയിൽസ് റവന്യൂ. ഇവിടെ നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്ത് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചില്ലേ? ഇതാണ് ആക്ച്വലി റേഷ്യോ എന്ന് പറയുന്നത്. എന്തെന്ന് പറയാം? റേഷ്യോ എന്ന് പറയാം. അപ്പം ഇത്തരത്തിലുള്ള റേഷ്യോസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഫിനാൻഷ്യൽ പെർഫോമൻസ് മനസ്സിലാക്കി കൂടെ? ഇവിടെ ഇപ്പോൾ നമ്മുടെ 2 കമ്പനി ഉണ്ട്. ഈ റേഷ്യോ, അതായത് അവർക്ക്
കിട്ടിയ പ്രോഫിറ്റ് ബൈ അവരുടെ സെയിൽസ് റവന്യൂ എന്ന് പറയുന്ന ഒരു റേഷ്യോ ചെയ്തപ്പോൾ അവർക്ക് എന്ത് കിട്ടി, എത്രത്തോളം പ്രോഫിറ്റ് അവരുണ്ടാക്കുന്നുണ്ട്, മറ്റൊരു കമ്പനിയുടെയും ചെയ്തപ്പോൾ അവർക്കും എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് കമ്പനി ഏതാണ് നമ്മൾ ചൂസ് ചെയ്തു അല്ലേ. 40% പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഈ കമ്പനിയുടെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് നമ്മൾ ഡിസിഷൻ എടുത്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഐറ്റംസ് എല്ലാം എടുത്തത് സെയിൽസ് റവന്യൂ, എക്സ്പെൻസ്, പ്രോഫിറ്റ്, ഇതൊക്കെ എവിടെ ഉള്ളതാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ളതാണ് അല്ലേ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഐറ്റംസ് യൂസ് ചെയ്ത് നമ്മളൊരു കാൽക്കുലേഷൻ നടത്തിയതിന് ശേഷം ഏറ്റവും ബെസ്റ്റ് കമ്പനി ഏതാണ് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് അല്ലേ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഐറ്റംസ് വെച്ച് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഐറ്റംസ് യൂസ് ചെയ്ത് ഫിനാൻഷ്യൽ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഏറ്റവും ബെസ്റ്റ് കമ്പനി ഏതാണെന്നുള്ള ഡിസിഷൻ എടുത്തു. ഓക്കെ, ഇത് തന്നെയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനായിട്ടുമുള്ളത്. ഓക്കെ, അപ്പോൾ കമ്പനീസ് തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ കമ്പയർ ചെയ്യണമെന്നില്ല, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്, ഫിനാൻഷ്യൽ റേഷ്യോസ് നമ്മൾ യൂസ് ചെയ്യും. ഫിനാൻഷ്യൽ റേഷ്യോസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പനിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽത്ത് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ റേഷ്യോസ് ആർ ടൂൾസ് ദാറ്റ് ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് എ കമ്പനീസ് ഫിനാൻഷ്യൽ കണ്ടീഷൻ. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്, ഒരു മെഷറാണ് എന്തെന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ റേഷ്യോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ റേഷ്യോസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പ്രധാനമായിട്ടും 4 ടൈപ്പ് റേഷ്യോസ് ആണ് പഠിക്കാനുള്ളത്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, ലിക്വിഡിറ്റി റേഷ്യോസ്, എഫിഷ്യൻസി റേഷ്യോസ്, ലീവറേജ് റേഷ്യോസ്. ഈ ഓരോന്നിനകത്തും പല പല കാറ്റഗറീസ് വരുന്നുണ്ട്. പ്രോഫിറ്റബിലിറ്റിക്കകത്ത് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ, അങ്ങനെ പല പല കാറ്റഗറീസ് ഓരോ റേഷ്യോസ് മെയിൻ റേഷ്യോസിനകത്തൊക്കെ വരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ആദ്യമേ പറയുന്ന ഒരു കാര്യം, റേഷ്യോസ് ഒരിക്കലും നിങ്ങൾ കാണാതെ പഠിക്കരുത്, മെമ്മറൈസ് ചെയ്യരുത്. പകരം കോൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് നമുക്ക് റേഷ്യോസിൽ വേണ്ടത്. ഓക്കെ, ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ഫിനാൻഷ്യൽ റേഷ്യോസ് യൂസ് ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഇൻവെസ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും മറ്റ് അനലിസ്റ്റുകളൊക്കെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ റേഷ്യോ മെയിനായിട്ടുള്ള 4 ടൈപ്പ് ഫിനാൻഷ്യൽ റേഷ്യോസ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിക്വിഡിറ്റി റേഷ്യോസിനെ പറ്റിയിട്ടാണ്. ഏതാണ് ലിക്വിഡിറ്റി റേഷ്യോസ്? ഈ ഒരു ലിക്വിഡിറ്റി റേഷ്യോ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു റേഷ്യോയെ എങ്ങനെയൊക്കെ മനസ്സിലാക്കണം, കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്. മെയിനായിട്ട് സെക്ഷൻ എയിൽ നമുക്ക് ഒരു റേഷ്യോയുടെ കാൽക്കുലേഷൻ മാത്രമല്ല, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ലിക്വിഡിറ്റി റേഷ്യോസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞില്ലേ, ലിക്വിഡിറ്റി റേഷ്യോസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ബികോം ഡിഗ്രി പഠിച്ച ഒരാളാണ് നിങ്ങളെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഈ റേഷ്യോ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഓൾറെഡി ഈ റേഷ്യോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്നത് ജസ്റ്റ് ഇതിൻ്റെ കാൽക്കുലേഷൻ മാത്രം, ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ ലിക്വിഡിറ്റിക്കകത്ത് വരുന്ന ഒരു റേഷ്യോ ആണ് കറണ്ട് റേഷ്യോ. ഇതിൻ്റെ ഇക്വേഷൻ മാത്രം നിങ്ങൾ ചെയ്യുന്നു, കഴിഞ്ഞു. ഇതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കമ്പനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണ്, പെർഫോമൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ജസ്റ്റ് ആ ഉത്തരം കാൽക്കുലേറ്റ് ചെയ്ത ആ ഉത്തരം നമ്പർ മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമില്ല. അത് വെച്ച് അതിനെ കൂടുതൽ ഇൻ ഡെപ്തായിട്ട് മനസ്സിലാക്കാൻ കൂടെ നമുക്ക് പറ്റണം. അതുകൊണ്ട് തന്നെ റേഷ്യോസിൻ്റെ കാൽക്കുലേഷൻ ആസ് വെൽ ആസ് ഇൻ്റർപ്രിട്ടേഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് കാറ്റഗറി ഏതാണെന്ന് പറഞ്ഞു, ലിക്വിഡിറ്റി റേഷ്യോസ്. നമ്മളപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്, ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. ഓക്കെ, ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. എന്താണ് ഈ ലിക്വിഡിറ്റി റേഷ്യോസ് നോക്കിയാലോ. ലിക്വിഡിറ്റി റേഷ്യോസ് മെഷേഴ്സ് കമ്പനീസ് എബിലിറ്റി ടു മീറ്റ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ്. അതായത് ലിക്വിഡിറ്റി റേഷ്യോയിൽ സിംപ്ലി പറയുകയാണെങ്കിൽ, ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്ക് ഷോർട്ട് ടേം ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടായിരിക്കും. കറണ്ട് ലയബിലിറ്റി എന്ന് വെച്ചാൽ സിംപ്ലി എന്താണ്, ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കറണ്ട് ലയബിലിറ്റി. ഓക്കെ, ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെയാണ് എന്തെന്ന് പറയുന്നത്, കറണ്ട് ലയബിലിറ്റി, അല്ലെങ്കിൽ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തും കഴിഞ്ഞ് നമുക്ക് കൊടുത്താൽ മതിയെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും, ലോങ് ടേം ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റി എന്നൊക്കെ പറയും. ഓക്കെ, നോൺ കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകൾ ഉണ്ടായിരിക്കും അല്ലേ, കറണ്ട് ലയബിലിറ്റീസ്. ആ അത്തരം ലയബിലിറ്റീസ് നമുക്ക് കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് ചെറിയ ഒരു വർഷത്തിനകത്ത് കൊടുത്തു തീർക്കേണ്ട ബാധ്യതകൾ നമ്മൾ കൊണ്ട് കൊടുത്തു തീർക്കാൻ പറ്റുമോ, അത് കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി മാത്രം കറണ്ട് അസറ്റുകൾ നമ്മുടെ കയ്യിലുണ്ടോ എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ലിക്വിഡിറ്റി റേഷ്യോ. ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നും നിങ്ങളൊരു 500 രൂപ കടം വാങ്ങി. എത്ര രൂപ കടം വാങ്ങി? 500 രൂപ കടം വാങ്ങി. നിങ്ങളുടെ പോക്കറ്റിൽ ഓൾറെഡി ഇപ്പോൾ നിങ്ങളൊരു
10 ദിവസം മുന്നെയാണ് കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് 500 രൂപ കടം വാങ്ങിയത്. ഓക്കെ, ഒരു പൈസ ഇല്ലാതെ വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? 500 രൂപ കടം വാങ്ങി. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 1000 രൂപയുണ്ട്. നിങ്ങളിപ്പം പണിക്ക് പോയി നിങ്ങൾക്ക് ഒരു 1000 രൂപ കിട്ടിയെന്ന് വിചാരിച്ചോളൂ. 1000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഒരാഴ്ച മുന്നേ വാങ്ങിയതാണ്. എപ്പോൾ വേണമെങ്കിലും കൂട്ടുകാരൻ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്. നമ്മളിപ്പം 2 ആഴ്ചത്തെ ടൈം പീരീഡ് പറഞ്ഞിട്ടാണ് കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ആഴ്ചയ്ക്ക് മുന്നേ ആ പൈസ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എന്താ പറയുമ്പോൾ ഒരു കറണ്ട് ലയബിലിറ്റി എന്ന് പറയണ്ടേ ഒരു ബാധ്യതയാണ് അല്ലേ? കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് 500 ആയിക്കോട്ടെ, 5 രൂപ ആയിക്കോട്ടെ, 5000 ആയിക്കോട്ടെ, നമ്മൾ കടം വാങ്ങിയ പൈസ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ കൊടുത്തു തീർക്കണം, അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ കൊടുത്തു തീർക്കണം എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? കറണ്ട് ലയബിലിറ്റി ആണ് അല്ലേ? വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യതയാണിത്, കറണ്ട് ലയബിലിറ്റി എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരെ 500 രൂപ കടം വാങ്ങി അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് അത് തിരിച്ചു കൊടുക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? ഒരു 1000 രൂപ നിങ്ങളുടെ പോക്കറ്റിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 1000 രൂപയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്ത് പറയാം? നിങ്ങൾ റിസ്ക് ആണോ? അല്ല. ഇപ്പം കൂട്ടുകാരൻ വന്നിട്ട് എൻ്റെ 500 രൂപ എടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട് അല്ലേ? കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിച്ച പൈസ നിങ്ങൾക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റും. കാരണം എന്താണ്? നിങ്ങളുടെ കയ്യിൽ 1000 രൂപയുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ പറയാം ആ കൂട്ടുകാരൻ്റെ നിന്ന് മേടിച്ച പൈസ 2 വട്ടം കൊടുത്തു തീർക്കാനുള്ള അത്രയും പൈസ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞൂടെ? 2 വട്ടം കൂട്ടുകാരൻ്റെ പൈസ കൊടുക്കണമെന്നാണോ? അല്ല. പക്ഷെ കൂട്ടുകാരനെ നിന്ന് മേടിച്ച എമൗണ്ടിൻ്റെ ഇരട്ടി എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ 2 വട്ടം കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം പൈസ എൻ്റെ കയ്യിലുണ്ട് എന്നൊരു മീനിങ്ങിൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയാം അല്ലേടാ. ഇന്ന് ഞാൻ നിങ്ങളുടെ ലിക്വിഡിറ്റി എങ്ങനെയാണ് ഞാൻ മെഷർ ചെയ്യാണ്. അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഭാഗം ചിന്തിക്കുള്ളൂ. കമ്പനി ഒരു സപ്ലയറിൻ്റെ കാര്യം, സപ്ലയർ എന്ന് വെച്ചാൽ ആരാ? കമ്പനിക്ക് കടത്തിന് സാധനങ്ങൾ കൊടുത്തവരെ നമ്മൾ എന്തെന്ന് പറയും? സപ്ലയർ എന്ന് പറയും, അല്ലെങ്കിൽ ക്രെഡിറ്റർ എന്ന് പറയാം. ഓക്കെ, കമ്പനിക്ക് ഒരാൾ കടം കൊടുത്തു, 1000 രൂപ കടം കൊടുത്തു. കമ്പനി 2 മാസത്തിനുള്ളിൽ ആ പൈസ തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ നോക്കുകയാണ് കമ്പനിക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാനുള്ള എബിലിറ്റി ഉണ്ടോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കമ്പനിയുടെ കയ്യിൽ ഒരു 4000 രൂപയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കി? കടം വാങ്ങിയത് 1000 രൂപയല്ലേ? ആ പൈസ 4 വട്ടം വേണമെങ്കിലും കൊടുത്തു തീർക്കാനുള്ള അത്രയും പൈസ, 4 ടൈംസ് കൊടുത്തു തീർക്കാനുള്ള അത്രയും എബിലിറ്റി കമ്പനിക്കുണ്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ട്. കമ്പനി റിസ്കിലല്ല. ഇപ്പം വന്നാൽ ക്രെഡിറ്റർ പൈസ തിരിച്ചു വെച്ചാലും കൊടുക്കാനുള്ള പൈസ കമ്പനിയുടെ കയ്യിലുണ്ട്. 4 വട്ടം കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം പൈസ കമ്പനിയുടെ കയ്യിലുണ്ട്. പിന്നെ കമ്പനി റിസ്കിലാണോ? അല്ല. അപ്പോൾ ഇത്തരത്തിൽ ഷോർട്ട് ടൈം ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കാനുള്ള ബാധ്യതകൾ കമ്പനിക്ക് കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം കമ്പനിയുടെ കയ്യിൽ അസറ്റുകളുണ്ടോ? ഏത് അസറ്റുകൾ? കറണ്ട് അസറ്റുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഏത് റേഷ്യോ? ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി കമ്പനിക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന റേഷ്യോ ആണ് എന്ത്? ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ 500 രൂപയല്ലേ കടം വാങ്ങിയത്? നിങ്ങളുടെ കയ്യിൽ 300 രൂപയേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ റിസ്കിലാണ്. കാരണം ആ കൂട്ടുകാരൻ പൈസ കടം ഇപ്പോൾ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പൈസ ഉണ്ടോ? ഇല്ല. നിങ്ങൾ എന്താണ്? റിസ്കിലാണ്. നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും കൂടെ കടം വാങ്ങിയിട്ട് വേണം ഇയാൾക്കുള്ള പൈസ കൊടുക്കാൻ. അപ്പോൾ വേറൊരാളുടെ നിങ്ങളിങ്ങനെ കടം ചോദിച്ചു, അപ്പോൾ ആൾ നോക്കും ഓൾറെഡി ഇവൻ ഇപ്പോൾ ഒരു കടം ഉണ്ടായിട്ട് അത് കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി പോലും ഇവനില്ല. അപ്പോൾ പിന്നെ ഞാൻ കടം കൊടുത്താൽ എനിക്ക് പൈസ തിരിച്ചു കിട്ടുന്നത് എന്താണ് ഉറപ്പ് എന്നുള്ള രീതിയിൽ ചിന്തിക്കൂലേടാ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കടം കൊടുക്കുന്നതിന് മുന്നേ എന്ത് നോക്കും? ഈ ആൾക്ക് വേറെ ഏതെങ്കിലും കടങ്ങളുണ്ടോ, അല്ലെങ്കിൽ വേറെ കൊടുത്തു തീർക്കാനായിട്ട് എന്തെങ്കിലും ബാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി ഇയാൾക്കുണ്ടോ? നിങ്ങൾ മെഷർ ചെയ്യൂലേ? മെഷർ ചെയ്യും. സെയിം അത് തന്നെയാണ് ഏതിലും നോക്കുന്നത്? ലിക്വിഡിറ്റി റേഷ്യോസിലും നോക്കുന്നത്. ഇവിടെ നോക്കുന്ന എത്തരം ലയബിലിറ്റീസ് ആയിരിക്കും? ചെറിയ ചെറിയ ബാധ്യതകൾ കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി കമ്പനിക്കുണ്ടോ എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോസാണ് ഏത്? ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കടം കൊടുക്കുന്ന ആൾക്കാണെങ്കിലും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാണെങ്കിലും ഇത്തരം റേഷ്യോസ് മനസ്സിലാക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പ്രധാനപ്പെട്ട ലിക്വിഡിറ്റി റേഷ്യോസ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ലിക്വിഡിറ്റി റേഷ്യോസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്? കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ക്യാഷ് റേഷ്യോ. അപ്പോൾ ലിക്വിഡിറ്റിക്കകത്ത് 3 തരം റേഷ്യോസ് വരുന്നുണ്ട്. മെയിൻലി ലിക്വിഡിറ്റി റേഷ്യോയിൽ എന്താ നമ്മൾ നോക്കുന്നത്? നമ്മുടെ ചെറിയ ചെറിയ ബാധ്യതകൾ കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി നമ്മുടെ കയ്യിലുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലേ? പ്രധാനമായിട്ടും 3 തരം ലിക്വിഡിറ്റി റേഷ്യോസ് ഉണ്ട്. ഏതൊക്കെയാണ്? കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ക്യാഷ് റേഷ്യോ. ഓക്കെ, എന്താണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്? വാട്ട് ഈസ് മീൻ ബൈ കറണ്ട് റേഷ്യോ? ഒരു ഇക്വേഷൻ ഉണ്ട്. ഇനി വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എങ്ങനെയാണ് ഓരോ റേഷ്യോസും പഠിക്കേണ്ടത്, കാൽക്കുലേഷൻ, ഇന്റർപ്രിട്ടേഷൻ ഒക്കെ എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇതേ രീതിക്ക് തന്നെയായിരിക്കണം നിങ്ങൾ മറ്റ് റേഷ്യോസും പഠിക്കേണ്ടത്. സെക്ഷൻ എയിൽ കൂടുതലും റേഷ്യോസ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് റേഷ്യോസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. സെയിം ഇവിടെ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ആ കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി നിങ്ങൾ ഗെയിൻ ചെയ്തത്, സെയിം അത് തന്നെയാണ് നിങ്ങൾ മറ്റുള്ള റേഷ്യോസിലും ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞ് ഇതേ ഇക്വേഷൻ എല്ലായിടത്തും അപ്ലൈ ചെയ്യണമെന്നാണോ? അല്ല. ഇക്വേഷൻ മാറും, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഈ ഒരു റേഷ്യോ പറഞ്ഞതിന് ശേഷം ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നോക്കിക്കോളൂ. കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റിനെ CA എന്ന് പറയും, കറണ്ട് ലയബിലിറ്റി CL എന്ന് പറയും. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, എളുപ്പത്തിന് വേണ്ടിയിട്ട്. പലയിടത്തും നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കാണാനും പോകുന്നത്. ഓക്കെ, കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്.
അതായത് നിങ്ങളുടെ കയ്യിൽ 5 ലക്ഷം രൂപയുടെ കറണ്ട് അസറ്റുകളുണ്ട്. 5 ലക്ഷം രൂപയുടെ കറണ്ട് അസറ്റ് ഉണ്ട്. എന്താണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്? ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നതിനൊക്കെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ക്യാഷോ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന മറ്റ് അസറ്റുകളെ നമ്മൾ എന്തെന്ന് പറയും? കറണ്ട് അസറ്റ് എന്ന് പറയും. കറണ്ട് ലയബിലിറ്റി ഡെഫിനിഷൻ നമ്മൾ എന്താ പറഞ്ഞേ? ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെ കറണ്ട് ലയബിലിറ്റി എന്ന് പറയാമെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നതിന് നമുക്ക് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിടാം. ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ഒന്നുകിൽ ക്യാഷിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നതോ ആയിട്ടുള്ളതിന് നമ്മൾ എന്തെന്ന് പറയും? കറണ്ട് അസറ്റ് എന്ന് പറയും. ഓക്കെ, ഏതൊക്കെയാണ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞേ? ക്യാഷ് ഒരു കറണ്ട് അസറ്റാണ്. ക്യാഷ് ഒരു കറണ്ട് അസറ്റാണ്. ദെൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അക്കൗണ്ട്സ് റിസീവബിൾ. എന്താണ് അക്കൗണ്ട് റിസീവബിൾ എന്നൊക്കെ വെച്ചാൽ? എന്താണ് അക്കൗണ്ട് റിസീവബിൾ എന്നൊക്കെ വെച്ചാൽ? എന്താണ്? കമ്പനി കടത്തിന് സാധനം വിറ്റു, അപ്പോൾ ആ ആളുടെ കയ്യിൽ നിന്ന്, കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പൈസ കിട്ടാനുണ്ട്. നമ്മൾ 10 വർഷം കഴിഞ്ഞ് പൈസ മതി എന്ന് പറയുമോ? ചെറിയ കമ്പനീസൊക്കെ ആണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പൈസ കൊടുത്തു തീർക്കണം എന്ന് പറയും അല്ലേ? അപ്പോൾ അത്തരത്തിൽ നമുക്ക് കിട്ടാനുള്ള പൈസ, നമ്മൾ കടത്തിന് വിറ്റിട്ട് നമുക്ക് കിട്ടാനുള്ള പൈസ, നമുക്ക് കിട്ടാനുള്ളത് കൊണ്ട് തന്നെ എന്താണ്? അസറ്റാണ്. എപ്പോഴും കിട്ടുന്ന ഒരു വർഷത്തിനുള്ളിൽ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയും? കറണ്ട് അസറ്റ് എന്ന് പറയാം. പ്ലസ് പിന്നെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കി വെക്കത്തില്ല, അടുത്ത വർഷം വിൽക്കുന്നതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ പേനയാണ് ഞാൻ വിൽക്കുന്നതെങ്കിൽ അടുത്ത വർഷം വിൽക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പേന ഇപ്പോഴേ ഉണ്ടാക്കി വെക്കത്തില്ലേ? അതൊക്കെ എന്താണ്? ഇൻവെന്ററി. അതിന് എന്തെന്ന് പറയും? ഇൻവെന്ററി എന്ന് പറയും. അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? റവന്യൂ കിട്ടൂലേടാ. ഈ സാധനം വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? റവന്യൂ കിട്ടും, അല്ലെങ്കിൽ എനിക്ക് എമൗണ്ട് കിട്ടും. അപ്പോൾ എന്താണ്? എൻ്റെ അസറ്റ് ആണല്ലേ. ഇത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എമൗണ്ട് കിട്ടും, അല്ലെങ്കിൽ ക്യാഷ് കിട്ടുന്ന സാധനമാണ്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് വിറ്റ് എന്താക്കി മാറ്റാൻ പറ്റും? ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്തെന്ന് പറയും? കറണ്ട് അസറ്റ് എന്ന് പറയും. പിന്നെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്താണ്? ഇപ്പോൾ ക്യാഷ് ആയിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതിന് പകരം ഞാൻ ഷോർട്ട് ടേമിലേക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു, ഒരു 2 മാസത്തേക്കോ 3 മാസത്തേക്കോ ഞാൻ എന്തിനെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു, എന്തെങ്കിലും സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ അതിനെന്തെന്ന് പറയാം? മാർക്കറ്റബിൾ സെക്യൂരിറ്റി എന്ന് പറയാം. 2-3 മാസം കഴിയുമ്പോൾ എനിക്ക് അതിനെ തിരിച്ച് എന്താക്കി മാറ്റാൻ പറ്റും? ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. ഇത്തരത്തിൽ ഒരു വർഷത്തിനകത്ത് എനിക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നതും പ്ലസ് ക്യാഷിനെയാണ് എന്തെന്ന് പറയുന്നത്? കറണ്ട് അസറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് റേഷ്യോയിൽ നമ്മൾ എന്താണ് നോക്കുന്നത്? കറണ്ട് റേഷ്യോയിൽ എന്താണ് നോക്കുന്നത്? കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. അതായത് നിങ്ങളുടെ കയ്യിൽ മൊത്തം 5 ലക്ഷം രൂപയുണ്ട്. 5 ലക്ഷം വില മതിക്കുന്ന ക്യാഷും കറണ്ട് അസറ്റുകളെല്ലാം കൂടെ ചേർത്ത് എത്രയുണ്ട്? മൊത്തം കറണ്ട് അസറ്റ് എത്രയാണ്? 5 ലക്ഷം ആണെന്ന് വിചാരിച്ചോളൂ. നിങ്ങളുടെ ബാധ്യത, കറണ്ട് ലയബിലിറ്റി, നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യത എത്രയാണ്? 2,50,000 രൂപ നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കൊടുത്തു തീർക്കണം. നിങ്ങളുടെ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 2,50,000 ആണ്. നിങ്ങളുടെ കയ്യിലുള്ള മൊത്തം കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷമാണ്. പെട്ടെന്ന് ഒരാൾ വന്ന് നിങ്ങളുടെ പൈസ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ അസറ്റ് ഇല്ലേ? ഉണ്ട്, കറണ്ട് അസറ്റുകളുണ്ട്. ഇല്ലേടാ, കറണ്ട് അസറ്റ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ബാധ്യത എന്ന് പറയുന്നത് 2,50,000 ആണ്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുടെ അസറ്റ് ഉണ്ട്? കറണ്ട് അസറ്റ് ഉണ്ട്. 5 ലക്ഷം രൂപയുടെ കറണ്ട് അസറ്റ് ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്തെന്ന് പറയാം? 5 ലക്ഷം രൂപയുടെ കറണ്ട് അസറ്റ്. കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. 2,50,000 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2:1 എന്നാണ് മീനിങ്. 1 എപ്പോഴും ഇവിടെ ഉണ്ടാവും കേട്ടോ. 2:1 എന്നാണ് മീൻ ചെയ്യുന്നത്. 2:1 അല്ലെങ്കിൽ 2 എന്ന് കിട്ടും. ഇതിൻ്റെ മീനിങ് എന്താണ്? നിങ്ങളുടെ കറണ്ട് ലയബിലിറ്റീസ്, ഓക്കെ, 2 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? നിങ്ങളുടെ കറണ്ട് ലയബിലിറ്റീസ് 2 വട്ടം കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം കറണ്ട് അസറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നല്ലേടാ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് കൊടുക്കാനുള്ള ബാധ്യത 2,50,000 രൂപയുടെ കറണ്ട് ലയബിലിറ്റീസ് ബാധ്യതകളാണ് നിങ്ങൾക്കുള്ളത്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുടെ കറണ്ട് അസറ്റ് ഉണ്ട്? 5 ലക്ഷം രൂപയുടെ കറണ്ട് അസറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ബാധ്യത 2 വട്ടം വേണമെങ്കിലും കൊടുത്തു തീർക്കാനുള്ള അത്രയും കറണ്ട് അസറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ റിസ്ക്കിലാണോ? അല്ല. ഇപ്പോൾ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുമ്പോൾ ഇയാൾക്ക് ബാധ്യതയൊക്കെ കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി ഉണ്ടോ നമ്മൾ നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലായി? ഇയാളുടെ കറണ്ട് ലയബിലിറ്റീസ് വേണമെങ്കിൽ 2 വട്ടം കൊടുത്തു തീർക്കാനുള്ള അത്രയും കറണ്ട് അസറ്റ് അയാളുടെ കയ്യിലുണ്ട്. അത്രയും സാധനം ക്യാഷ് അയാളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ചെറിയ സെക്യൂരിറ്റീസ് അയാളുടെ കയ്യിലുണ്ട്. പിന്നെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. ഈ ഒറ്റൊരു സാധനം മാത്രം നോക്കി ഇൻവെസ്റ്റ് ചെയ്യുമെന്നല്ല, എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ കറണ്ട് ലയബിലിറ്റീസ് എത്ര വട്ടം കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഏത്? കറണ്ട് റേഷ്യോ. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ 2 ലക്ഷമേ ഉള്ളൂ. എത്രയേ ഉള്ളൂ? 2 ലക്ഷമേ ഉള്ളൂ. ഓക്കെ, 2 ലക്ഷമേ ഉള്ളൂ. നിങ്ങളുടെ ബാധ്യത 2,50,000 ആണ് എങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് സംതിങ് എന്ന് വരും. ഓക്കെ, പോയിന്റ് സംതിങ് എന്ന് വരും. അതിനർത്ഥം എന്താണ്? ഒരു വട്ടം കറണ്ട് ലയബിലിറ്റി കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം പോലും കറണ്ട് അസറ്റ് നിങ്ങളുടെ കയ്യിലില്ല. പെട്ടെന്ന് ഇവരൊക്കെ തിരിച്ച് കറണ്ട് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ബാധ്യതകളെല്ലാം തിരിച്ച് അവർ ചോദിക്കുകയാണ്, തിരിച്ച് പൈസ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടോ? 2,50,000 ബാധ്യത ഉണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ എല്ലാം കൂടെ വിറ്റ് പറിക്കില്ല, നിങ്ങൾക്ക് 2 ലക്ഷം രൂപയെ കറണ്ട് അസറ്റേ ഉള്ളൂ. എങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബാധ്യതയും കൊടുത്തു തീർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ റിസ്ക്കിലാണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ്, ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് ഒരു വട്ടം പോലും കൊടുത്തു തീർക്കാനുള്ള കറണ്ട് അസറ്റ് നിങ്ങളുടെ കയ്യിലില്ലെന്നാണ് മീനിങ്. അത് ബാഡാണ്, അതൊരു കമ്പനിക്ക് നല്ലതല്ല. ഓക്കെ, അപ്പോൾ കറണ്ട് റേഷ്യോയിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു? കറണ്ട് ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി കമ്പനിക്കുണ്ടോ? കറണ്ട് ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി കമ്പനിക്കുണ്ടോ, അല്ലെങ്കിൽ എത്ര വട്ടം കൊടുത്തു തീർക്കാനുള്ള എബിലിറ്റി കമ്പനിക്കുണ്ട് എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് കറണ്ട് റേഷ്യോ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അപ്പോൾ അതിൻ്റെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ 5 ലക്ഷം ഡിവൈഡഡ് ബൈ
2,50,000 ആയിരുന്നില്ലേടാ നമ്മുടെ ഇക്വേഷൻ. എത്ര കിട്ടി ഉത്തരം? 2. ഇത് കാൽക്കുലേഷൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഞാൻ പറഞ്ഞു നിങ്ങൾ ചിലപ്പോൾ ഡിഗ്രിക്ക് ഈ 2 മാത്രം നിങ്ങൾക്ക് ആൻസർ കിട്ടിയാൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾക്ക് വേണ്ടി വരത്തില്ല. പക്ഷേ CMA USA പഠിക്കുന്ന സമയത്ത് നാളൊരു കാലത്ത് നമ്മൾ എന്തിനാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ഒക്കെ പഠിക്കുന്നത്? കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ റേഷ്യോസ് യൂസ് ചെയ്ത് ഓരോ കാൽക്കുലേഷൻ ഇൻ്റർപ്രിട്ടേഷൻ ഒക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം നാളത്തെ CMA ആവാൻ പോകുന്നവരാണ് നമ്മളല്ലേ, നാളത്തെ CMA USA ആവാൻ പോകുന്നവരാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നാളൊരു കാലത്ത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്ത് ഡിസിഷൻസ് എടുക്കാൻ പറ്റണം. ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ടുള്ളൊരു ജോബ് റോൾ ഉള്ളൊരു കോഴ്സാണ് CMA USA. അപ്പം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ കമ്പനീസ് നിങ്ങളുടെ അടുത്ത് വരും, എന്നിട്ട് ചോദിക്കും ഞങ്ങൾ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഞങ്ങളുടെ കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്തിട്ട് ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ പെർഫോമൻസ് എന്നൊക്കെ മനസ്സിലാക്കി തരാൻ നിങ്ങളോടായിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ മാത്രം പഠിച്ചാൽ കാര്യമുണ്ടോ? ഇല്ല. 2 എന്ന് ഉത്തരം കിട്ടി. ഇത് നിങ്ങൾ ഡിഗ്രിക്ക് ചിലപ്പോൾ ഇത്രയും നിങ്ങൾ പഠിക്കത്തുള്ളൂ. പക്ഷേ നിങ്ങൾ CMA USA വരുമ്പം ഇൻ ഡെപ്ത് ആയിട്ട് കംപ്ലീറ്റ് കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, 2 എന്ന് കിട്ടി. കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്യുമ്പോൾ കിട്ടും 2 എന്ന് കിട്ടി. അതിൻ്റെ മീനിങ് എന്താണ്? 2 വട്ടം കൊടുത്തു തീർക്കാൻ വേണ്ടി, കറണ്ട് ലയബിലിറ്റീസ് 2 വട്ടം കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം കറണ്ട് അസറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് അല്ലേ? കറണ്ട് അസറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നാണ്. അത്രയും മാത്രം പഠിച്ചാൽ മതിയോ? ഇല്ല. ഇനിയാണ് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് വരുന്നത്. ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? നിങ്ങളുടെ കറണ്ട് ലയബിലിറ്റീസ് 2 വട്ടം കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം കറണ്ട് അസറ്റ് ഉണ്ട്. ഇതാണ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ കാൽക്കുലേഷനായിട്ട് ജസ്റ്റ് 2 മാത്രം പഠിക്കുന്നത് കാര്യമില്ല. ആ 2 എന്താണെന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. 2 വട്ടം കറണ്ട് ലയബിലിറ്റി കൊടുത്തു തീർക്കാനുള്ള കറണ്ട് അസറ്റ് ഉണ്ട് എന്നാണ് ഈ റേഷ്യോയുടെ മീനിങ് എന്ന് കൂടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഒന്നിനേക്കാൾ മേലെയാണ് നിങ്ങളുടെ ഈ റേഷ്യോയുടെ ഉത്തരം പറഞ്ഞെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? കറണ്ട് ലയബിലിറ്റിയേക്കാൾ കൂടുതൽ കറണ്ട് അസറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഒന്നിനേക്കാൾ താഴെ വന്നാലോ, ആ കറണ്ട് ലയബിലിറ്റിയേക്കാൾ താഴെയാണ് നിങ്ങളുടെ കയ്യിലുള്ള കറണ്ട് അസറ്റ്. ദാറ്റ് മീൻസ് നിങ്ങൾ റിസ്കിലാണെന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ വിചാരിക്കും കറണ്ട് ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ വേണ്ടി എന്തിനാണ് നമ്മൾ കറണ്ട് അസറ്റുകൾ മാത്രം എടുക്കുന്നത്? അസറ്റ് എന്ന് വെച്ചാലേ നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഓൺ ചെയ്യുന്ന ഐറ്റംസിനല്ലേ നമ്മൾ അസറ്റ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ഓൺ ചെയ്യുന്ന, കുറച്ച് ചുരുപ്പ് കൂടിപ്പോയി, നമ്മൾ ഓൺ ചെയ്യുന്ന കാര്യങ്ങളെയാണ് അസറ്റ് എന്ന് പറയുന്നത് അല്ലേ? ഓൺ ചെയ്യുന്ന നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ ഉടമസ്ഥതയിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെന്ന് പറയും? അസറ്റ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യുന്നത് നോക്കും, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് കൊടുത്തു തീർക്കേണ്ട സമയത്ത് കറണ്ട് അസറ്റ് മാത്രം എന്തിനെടുക്കുന്നു? എന്തുകൊണ്ട് നമുക്ക് നോൺ കറണ്ട് അസറ്റുകൾ എടുത്തുകൂടാ? നോൺ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ് എന്നും പറയാം. എന്തുകൊണ്ട് ലോങ് ടേം? അസറ്റുകളെല്ലാം എടുത്തുകൂടാ. അസറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ചേർന്നതാണ്? കറണ്ട് അസറ്റും നോൺ കറണ്ട് അസറ്റും, ചെറുതും വലുതുമായിട്ടുള്ള, 1 വർഷത്തിനകത്ത് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്നതും 10 വർഷം കൊണ്ട് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന എല്ലാത്തിനും കൂടെ ചേർത്ത് നമ്മൾ അസറ്റ് എന്ന് പറയും. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് മെഷർ ചെയ്യുന്ന സമയത്ത് എന്തിന് നമ്മൾ കറണ്ട് അസറ്റുകൾ മാത്രം എടുക്കുന്നു? നോൺ കറണ്ട് അസറ്റ് എന്തുകൊണ്ട് എടുത്തുകൂടാ എന്ന് നിങ്ങൾ ചിന്തിക്കാമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എടാ, നിങ്ങളൊരു മനുഷ്യനാണ് അല്ലേ? നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ എത്ര രൂപ കടം വാങ്ങി? 500 രൂപ കടം വാങ്ങി. നിങ്ങളുടെ എത്ര രൂപ കടം വാങ്ങി? 500 രൂപ കടം വാങ്ങി. നിങ്ങളുടെ കയ്യിൽ ഒരു 250 രൂപ നിങ്ങളുടെ പോക്കറ്റിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു 250 രൂപ നിങ്ങളുടെ പോക്കറ്റിലുണ്ട്. ഇതെന്താണ്? ഒരു അസറ്റാണ്. നിങ്ങളുടെ കയ്യിലുള്ള 250 രൂപ എന്ന് പറയുമ്പോൾ എന്താണ്? അസറ്റാണ്. നിങ്ങൾ ഫെബ്രുവരി 1 കടം വാങ്ങിയത്. ഫെബ്രുവരി പിന്നെ എത്രയാണ് ഡേറ്റ്? 16 അല്ലേ? ഫെബ്രുവരി 18 നിങ്ങൾ ഈ പൈസ തിരിച്ചു കൊടുക്കണം. ഫെബ്രുവരി 1 ഒരു 500 രൂപ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചു. ഫെബ്രുവരി 18 ഈ പൈസ തിരിച്ചു കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുള്ളൂ? ആകെ 250 രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. വേറെ കറണ്ട് അസറ്റുകളൊന്നുമില്ല. ഇതൊരു കറണ്ട് അസറ്റാണെന്ന് മനസ്സിലായി. 250 രൂപ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ്? കറണ്ട് അസറ്റാണെന്ന് മനസ്സിലായി. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു അസറ്റ് എന്ന് പറയുന്ന ഒരു വീടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ഒരു വീടുണ്ട് നിങ്ങൾക്ക്. ഈ വീടൊരു 20 ലക്ഷം രൂപ വില മതിക്കുന്ന 20 ലക്ഷം വില മതിക്കുന്ന ഒരു വീടുണ്ട് നിങ്ങളുടെ കയ്യിൽ. വേറെ ഒന്നും നിങ്ങൾക്കില്ല. എടാ, നിങ്ങളുടെ കൂട്ടുകാരന് ഈ ഫെബ്രുവരി 18-ാം തീയതി പൈസ തിരിച്ചു കൊടുക്കണം. ഫെബ്രുവരി 18-ന് പൈസ തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടെടുത്ത് വിൽക്കോടാ. 500 രൂപ കൂട്ടുകാരന് കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള നോൺ കറണ്ട് അസറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ് ആയിട്ടുള്ള വീട് വിറ്റിട്ടാണ് നിങ്ങളുടെ കൂട്ടുകാരന് 500 രൂപ കൊടുക്കുന്നത്. അത് മണ്ടത്തരം അല്ലേ? നിങ്ങളുടെ കൂട്ടുകാരന് ഒരു 500 രൂപ, അല്ലെങ്കിൽ കമ്പനിയുടെ ഭാഗം ചിന്തിക്കാം. കമ്പനിയുടെ ഒരു ക്രെഡിറ്ററിന് ഒരു 500 രൂപ കൊടുക്കാനുണ്ടെന്ന് വിചാരിച്ച് കമ്പനിയെ എടുത്ത് തൂക്കി വെക്കുമോ കമ്പനി? ഒരിക്കലും ഇല്ല. കറണ്ട് അസറ്റുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഒരാളുടെ കടം വാങ്ങി, 1000 രൂപ കടം വാങ്ങി.
കമ്പനി ആ 1000 രൂപ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി കമ്പനിയുടെ കയ്യിലുള്ള കറണ്ട് അസറ്റുകളായിരിക്കില്ലേ നോക്കുന്നത്. പകരം കറണ്ട് അസറ്റുകളൊന്നും കമ്പനി ചിലപ്പോൾ ഒരു പക്ഷേ കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ആയിട്ടല്ലെങ്കിൽ വേണ്ട, ഇപ്പം എന്താ ഇൻവെന്ററി ആയിട്ടോ അക്കൗണ്ട് റിസീവബിൾ ആയിട്ടോ കിട്ടാനൊക്കെ ഒരു 10,000 രൂപ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. കമ്പനി കൊടുത്തു തീർക്കേണ്ട ബാധ്യത 1000 രൂപയാണ്. കമ്പനിക്ക് ഇപ്പം സാധനം കടത്തിന് വിറ്റിട്ട് കിട്ടാനുള്ളൊരു പൈസ 5000 രൂപ കിട്ടാനുണ്ട്. കമ്പനി അതെടുക്കണതിന് പകരം കമ്പനിയുടെ ബിൽഡിങ്, കമ്പനി ഇരിക്കുന്ന ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ബിൽഡിംഗ് എടുത്ത് തൂക്കി വിൽക്കുന്നു. അല്ലെങ്കിൽ ബിൽഡിംഗ് വേറെ ആർക്കെങ്കിലും വിറ്റിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു, ഈ കൊടുക്കാനുള്ള 1000 രൂപ കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോടാ? ഇല്ല. അത് മാത്രമല്ല, ഈ 1000 രൂപ ചിലപ്പോൾ അടുത്ത ആഴ്ച കൊടുക്കണമായിരിക്കും. ഒരു ബിൽഡിംഗ് ഒരാഴ്ച കൊണ്ട് വിറ്റ് പോകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയും. ഇപ്പോൾ കൂട്ടുകാരനെ ഞാൻ പറഞ്ഞു, കൂട്ടുകാരൻ നിങ്ങൾക്ക് ഒരു 500 രൂപ കൊടുക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ വീട് വിൽക്കുകയാണ് എങ്കിൽ മറ്റന്നയാണ് കൂട്ടുകാരന് 500 രൂപ കൊടുക്കേണ്ടത്. മറ്റന്നയ്ക്കുള്ളിൽ നിങ്ങളുടെ വീട് വിറ്റ് പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴും ആരെയായിരിക്കും? കറണ്ട് അസറ്റുകളെ ആയിരിക്കും. കറണ്ട് ലയബിലിറ്റീസിനെ മീറ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ആരെയായിരിക്കും? കറണ്ട് അസറ്റുകളെ ആയിരിക്കും. ഓക്കെ, നോൺ കറണ്ട് അസറ്റുകൾ എടുക്കോ അല്ലെങ്കിൽ ലോങ് ടേം അസറ്റുകൾ എടുക്കോ? ഇല്ല. കാരണം ഒന്ന്, അത് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റത്തില്ല. പിന്നെ ഇത്തരം ചെറിയ എമൗണ്ടുകൾക്ക് നമ്മൾ അത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഉള്ള അസറ്റുകളായിരിക്കുമോ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്? അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ എന്തെടുക്കുന്നത്? കറണ്ട് അസറ്റുകൾ യൂസ് ചെയ്ത് കറണ്ട് ലയബിലിറ്റി കൊടുത്തു തീർക്കാൻ പറ്റുമോ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഷ്യോ പഠിച്ച സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? റേഷ്യോയുടെ ഫോർമുല പഠിച്ചു, കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ 2 എന്നും കിട്ടി. അപ്പോൾ ഉത്തരം കിട്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അതിൽ തന്നെ നമ്മൾ എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം? അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. അതായത് കറണ്ട് ലയബിലിറ്റി 2 വട്ടം കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം കറണ്ട് അസറ്റ് കമ്പനിയുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പം നമ്മൾ എന്ത് ചിന്തിക്കണം? കറണ്ട് ലയബിലിറ്റി കൊടുത്തു തീർക്കാൻ എന്തുകൊണ്ട് നോൺ കറണ്ട് അസറ്റ് യൂസ് ചെയ്തുകൂടാ, ലോങ് ടേം അസറ്റ് യൂസ് ചെയ്തുകൂടാ? അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? കറണ്ട് അസറ്റ് ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ലോങ് ടേം അസറ്റുകൾ ചെറിയ കാലം കൊണ്ട് വിറ്റുപോകുമോ? പെട്ടെന്ന് നമുക്കിപ്പം മറ്റന്നാൾ ഒരു പൈസ കൊടുക്കാൻ അത്യാവശ്യമാണ്. ഇന്ന് നമ്മുടെ ബിൽഡിംഗ് വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് മറ്റന്നേക്കുള്ള ആരെങ്കിലും വന്ന് വാങ്ങുമോ? അല്ലെങ്കിൽ തന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് കഴിയുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ലിക്വിഡിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല? നോൺ കറണ്ട് അസറ്റുകൾ യൂസ് ചെയ്യത്തില്ല, കറണ്ട് അസറ്റുകളെ യൂസ് ചെയ്യത്തുള്ളൂ. ഇനി പറയുന്ന വേറൊരു കാര്യം, ഓരോ റേഷ്യോസിനും ഓരോ സ്റ്റാൻഡേർഡ് പറയും. മിനിമം കമ്പനി ഇത്രയെങ്കിലും കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ മിനിമം ഇത്ര മതി, ഇതിനപ്പുറത്തേക്ക് പോവേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിക്കൊക്കെ പറയും. അപ്പോൾ കറണ്ട് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. കറണ്ട് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് എത്രയാണ്? 2 ആണ് കറണ്ട് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ്. ഓക്കെ, ഒരു കമ്പനി എത്ര ഉണ്ടായാൽ മതി? കറണ്ട് റേഷ്യോ 2. അതിൻ്റെ മീനിങ് എന്താ? 2 വട്ടം കറണ്ട് ലയബിലിറ്റി കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം കറണ്ട് അസറ്റ് കമ്പനി കീപ്പ് ചെയ്താൽ മതി, അതിൽ കൂടുതലൊന്നും കീപ്പ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഈ റേഷ്യോ 8 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? കറണ്ട് ലയബിലിറ്റീസ് 8 വട്ടം കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം കറണ്ട് അസറ്റ് കമ്പനിയുടെ കയ്യിലുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കൂട്ടുകാരന് കൊടുക്കേണ്ടത് 1000 ആണ്. എത്രയാണ്? 1000 ആണ്. നിങ്ങളുടെ കയ്യിലുള്ളത് 8000 ആണ്. നിങ്ങളുടെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 8000. നിങ്ങൾക്ക് കൊടുക്കാനുള്ള ലയബിലിറ്റി 1000 ആണെങ്കിൽ ഈ റേഷ്യോ എത്ര കിട്ടും? കറണ്ട് റേഷ്യോ 8 എന്ന് കിട്ടും അല്ലേ? ഇതിൻ്റെ മീനിങ് എന്താണ്? നിങ്ങളുടെ കറണ്ട് ലയബിലിറ്റി 8 വട്ടം കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം ക്യാഷ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് 8000 രൂപ ക്യാഷ് ആയിട്ടാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. മറ്റ് അക്കൗണ്ട് റിസീവബിൾ ഇൻവെന്ററി ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് 8000 രൂപയുണ്ട്. നിങ്ങളുടെ കറണ്ട് ലയബിലിറ്റി 1000 രൂപയേ ഉള്ളൂ. അത് 8 വട്ടം കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം ക്യാഷ് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോടാ? ഇല്ല. നിങ്ങൾക്കതൊരു 2000 രൂപ കീപ്പ് ചെയ്തിട്ട് ബാക്കി 6000 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലോങ് ടേമിലേക്കോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റോ മറ്റ് സെക്യൂരിറ്റീസിലേക്കോ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രത്യേകത എന്താണ്? നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് റിട്ടേൺ കിട്ടും, ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് കറണ്ട് അസറ്റ് കയ്യിൽ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ബാധ്യതകൾ മീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഒരുപാട് എമൗണ്ട് കയ്യിൽ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഒരുപാട് കറണ്ട് അസറ്റുകൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു 2 വട്ടമൊക്കെ മീറ്റ് ചെയ്യാനുള്ള കറണ്ട് അസറ്റ് കീപ്പ് ചെയ്തിട്ട് റിസ്കിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് 2 വട്ടം പറഞ്ഞു. 2 വട്ടം കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം കറണ്ട് അസറ്റ് കീപ്പ് ചെയ്തിട്ട് ബാക്കി പൈസ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ ഉണ്ടാക്കാം. സോ കറണ്ട് റേഷ്യോ എത്ര മതി? സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ഇനിയിപ്പോൾ 3, 4, 5, 6 ഒക്കെ വന്നാൽ എന്താ പ്രശ്നം? കറണ്ട് അസറ്റില്ലേ കൂടുന്നത്, ബാധ്യതയല്ലല്ലോ അസറ്റില്ലേ കൂടുന്നത്, പിന്നെ എന്താ പ്രശ്നം എന്ന് വിചാരിക്കും. പ്രശ്നമല്ല, പക്ഷെ അത്രയും കൂടുതൽ കറണ്ട് അസറ്റ് കയ്യിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് കമ്പനിക്ക് പ്രത്യേകിച്ച് ഗ്രോത്ത് ഒന്നുമില്ല. ആ പൈസ ലോങ് ടേമിലേക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ എങ്കിലും കിട്ടും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? 2 മതി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഒരു റേഷ്യോ പഠിക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഓക്കെ, 1 അതിൻ്റെ ഫോർമുല പഠിക്കണം, 2 അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ പഠിക്കണം, സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് പഠിക്കണം, എന്തുകൊണ്ട് സ്റ്റാൻഡേർഡിന് മേലെ പോകരുത് എന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്റ്റാൻഡേർഡ് താഴെ പോകരുത് എന്ന് പറയുന്നു എന്നുള്ള കാര്യങ്ങളും പഠിക്കണം. ഇത്രയും ഡീപ്പായിട്ട് നിങ്ങൾ ഒരു റേഷ്യോ മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് അവിടെ കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞു. ഇനി കറണ്ട് റേഷ്യോ നിങ്ങൾ ഏത് രീതിയിലുള്ള ചോദ്യം വന്നാലും, ഇനി എങ്ങനത്തെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ. ഇതിലേതെങ്കിലും ഒരു സാധനം നിങ്ങൾ കാണാതെയാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾ പെടും. അപ്പോൾ കാണാതെ പഠിക്കേണ്ടത് നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ?
ഇല്ല. അപ്പം അതുകൊണ്ടാണ് ഓരോ റേഷ്യോസും ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ ഇനി ഈ റേഷ്യോസുമായി ബന്ധപ്പെട്ട് എങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റേഷ്യോസ് പഠിക്കേണ്ടത്. ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ചധികം റേഷ്യോസ് ഈ സെക്ഷനിൽ പഠിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത്തരത്തിലാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. കറണ്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും, കറണ്ട് ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ കറണ്ട് അസറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന റേഷ്യോ ആണ് കറണ്ട് റേഷ്യോ. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. തീർന്നു. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ക്യാഷ് വരും, ക്യാഷ് ഇക്വലൻസ് വരും, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വരും, അക്കൗണ്ട് റിസീവബിൾ വരും, ഇൻവെൻട്രി വരും. ഇതൊക്കെ എന്താണ്? കറണ്ട് അസറ്റുകളാണ്. അപ്പോൾ എല്ലാ കറണ്ട് അസറ്റും എടുക്കുന്നു, എല്ലാ കറണ്ട് ലയബിലിറ്റീസും എടുക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു, ഉത്തരം കിട്ടി. ഇൻ്റർപ്രിട്ടേഷൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ലിക്വിഡിറ്റി റേഷ്യോസിനകത്ത് കറണ്ട് റേഷ്യോ മാത്രമല്ല വേറെ 2 റേഷ്യോസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് നോക്കിയാലോ. നോക്കിക്കോളൂ, അടുത്ത റേഷ്യോ ആണ് ക്വിക്ക് റേഷ്യോ. ഏതാണ്? ക്വിക്ക് റേഷ്യോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഉണ്ട്, ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻസ് ഉണ്ട്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഉണ്ട്, അക്കൗണ്ട്സ് റിസീവബിൾ ഉണ്ട്, ഇൻവെൻറ്റ്. ഞാൻ ഇപ്പോൾ മൊത്തം ഒന്നും എഴുതുന്നില്ല കേട്ടോ, ഇൻവെൻറ്ററി ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ എന്താണ്? കറണ്ട് അസറ്റ് ആണെന്ന് പറഞ്ഞു. ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഈ കറണ്ട് അസറ്റ് തന്നെ കുറച്ചുകൂടെ ഒന്ന് നമ്മൾ ചുരുക്കുന്നു. ഏറ്റവും പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകൾ എടുക്കുന്നു. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്നതിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുക, അല്ലേ? പക്ഷെ അതിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകൾ എടുക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മോസ്റ്റ് ലിക്വിഡ് അസറ്റ്. ഓക്കെ, മോസ്റ്റ് ലിക്വിഡ്. നേരത്തെ എടുത്ത എല്ലാ കറണ്ട് അസറ്റുകളും നമ്മൾ എടുക്കത്തില്ല, പകരം എന്തെടുക്കുന്നു? മോസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകൾ മാത്രം ന്യൂമറേറ്ററിൽ എടുക്കുന്നു. അപ്പം നമ്മൾ ഏത് ഒഴിവാക്കും എന്നറിയാമോ? ഇൻവെൻറ്ററി. ന്യൂമറേറ്ററിൽ നിന്നും ഏത് ഒഴിവാക്കും? ഇൻവെൻറ്ററി അങ്ങ് ഒഴിവാക്കും. ഇൻവെൻറ്ററി അങ്ങ് ഒഴിവാക്കും. അതെന്തുകൊണ്ടാണ്? ഇൻവെൻറ്ററി എന്തുകൊണ്ടാണ് മോസ്റ്റ് ലിക്വിഡ് അസറ്റ് അല്ലാത്തത്? എടാ, ക്യാഷ് എന്ന് വെച്ചാൽ ക്യാഷ് ആയിട്ടുണ്ട്, അപ്പോൾ മോസ്റ്റ് ലിക്വിഡ് ആണ്. ക്യാഷ് ഇക്വലൻസ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ ക്യാഷ് കയ്യിലിരിക്കുന്നതിന് പകരം നമ്മൾ ബാങ്കിൽ ഇട്ടേക്കണമെന്ന് വിചാരിച്ചോളൂ. അതും എന്താണ്? ജസ്റ്റ് ഒരു കാർഡ് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക? ക്യാഷ് ഇക്വലൻ്റ് എന്ന് പറയും. അതാണ് എന്ത്? ക്യാഷ് ഇക്വലൻ്റ്. അതായത് ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിലില്ല എങ്കിലും സെയിം ക്യാഷ് പോലെ തന്നെ ഒരു കാർഡ് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ആ പൈസയും കിട്ടും. അപ്പോൾ ക്യാഷ് ഇക്വലൻ്റ്, ക്യാഷ് ഇക്വലൻ്റ്. അപ്പോൾ അത് ഭയങ്കര ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് അല്ലേ? ആണ്. ദെൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഒരു 1-2 ദിവസം കൊണ്ടോ ആഴ്ചകളോ കൊണ്ടോ മാസങ്ങളോ കൊണ്ടോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അപ്പോൾ തന്നെ തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതിന് എന്തെന്ന് പറയാം? മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ദെൻ അക്കൗണ്ട് റിസീവബിൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കടത്തിന് സാധനം കൊടുത്തിട്ട് നമുക്ക് കിട്ടാനുള്ള പൈസയാണ്, നമുക്കിനി അത് കളക്ട് ചെയ്താൽ മാത്രം മതി. ആ ഒരു സ്റ്റെപ്പ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. ദെൻ ഇൻവെൻറ്ററിയുടെ കേസിലാകുമ്പോൾ എന്താണ്? ഇൻവെൻറ്ററി എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലേ? ഇതിൻ്റെ കേസിൽ വരുമ്പം ഇത് ആദ്യം വിൽക്കണം. വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് സെയിൽസ് ആയിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. നമ്മൾ കടത്തിന് വേണമെങ്കിലും വിൽക്കാം, കസ്റ്റമേഴ്സിന് കടത്തിന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അത് എന്താവും? ഇൻവെൻറ്ററി വിറ്റ് ഉടനെ നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ടോ? ഇല്ല. അത് അക്കൗണ്ട് റിസീവബിൾ ആവുന്നു, അല്ലേ? കടത്തിനാണ് വിൽക്കുന്നതെങ്കിൽ അത് അക്കൗണ്ട് റിസീവബിൾ ആവുന്നു. അക്കൗണ്ട് റിസീവബിൾ എന്നാണ് പിന്നെ നമ്മൾ കളക്ട് ചെയ്യുന്നത്, അല്ലേടാ? ഇൻവെൻറ്ററി വരുമ്പം ഇൻവെൻറ്ററി നമ്മൾ ആദ്യം സെയിൽ ചെയ്യണം. ആ സെയിൽസ് ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ അത് എന്താവും? അക്കൗണ്ട് റിസീവബിൾ ആവും. അക്കൗണ്ട് റിസീവബിൾ എന്നാണ് പിന്നെ എന്തായി മാറുന്നത്? ക്യാഷ് ആയിട്ട് മാറുന്നത്. എന്തായിട്ട് മാറുന്നത്? ക്യാഷ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇൻവെൻറ്ററിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ക്യാഷ് ആക്കാനുള്ള സ്റ്റെപ്സ് കുറച്ച് കൂടുതലാണല്ലേ? മറ്റുള്ളതിനെ വെച്ച് ഒരു പൊടിക്ക് സ്റ്റെപ്സ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെൻറ്ററി അങ്ങ് അവോയ്ഡ് ചെയ്യുന്നു. മോസ്റ്റ് ലിക്വിഡ് അസറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏത് മാത്രം എടുത്താൽ മതി? ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻസ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അക്കൗണ്ട് റിസീവബിൾ. ഇത് മാത്രം എടുത്താൽ മതി. അതിന് ഏത് ഒഴിവാക്കി? ഇൻവെൻറ്ററി അങ്ങ് ഒഴിവാക്കി. ഓക്കെ, കാരണം അത് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ക്യാഷാക്കി മാറ്റാൻ പറ്റും, പക്ഷേ സ്റ്റെപ്സ് കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മോസ്റ്റ് ലിക്വിഡ് അസറ്റ്സ് കാണുന്ന സമയത്ത് അതിനെ അങ്ങ് ഒഴിവാക്കി. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള മോസ്റ്റ് ലിക്വിഡ് അസറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് കൊടുത്തു തീർക്കാൻ പറ്റും. എടാ, ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ തന്നെ എന്തെന്ന് പറഞ്ഞു? കറണ്ട് ലയബിലിറ്റി കൊടുത്തു തീർക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നതാണ് ലിക്വിഡിറ്റി റേഷ്യോ. കറണ്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റുകളെല്ലാം ഉപയോഗിച്ച് എത്ര വട്ടം കൊടുത്തു തീർക്കാൻ പറ്റുമെന്ന് നോക്കുന്നു. ക്വിക്ക് റേഷ്യോ എന്ന് പറയുമ്പോഴോ കുറച്ചുകൂടെ ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സ് യൂസ് ചെയ്ത് കറണ്ട് ലയബിലിറ്റി കൊടുത്തു തീർക്കാൻ പറ്റുമെന്ന് നോക്കുന്നു. അപ്പോൾ നമ്മൾ കറണ്ട് അസറ്റിൽ നിന്നും എന്ത് ഒഴിവാക്കും? ഇൻവെൻറ്ററി ഒഴിവാക്കും. അപ്പോൾ കറണ്ട് അസറ്റ് മൈനസ് ഇൻവെൻറ്ററി ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഓക്കെ, ഡിനോമിനേറ്ററിൽ എന്താണ്? കറണ്ട് ലയബിലിറ്റി. കാരണം ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ ലയബിലിറ്റി ഉണ്ടോ എന്നല്ലേ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ എന്തായിരിക്കും? കറണ്ട് ലയബിലിറ്റി. ഓക്കെ, ഇതിന് തന്നെ വേറൊരു പേരിൽ എന്ത് പറയും? ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നും പറയും. എന്തെന്ന് പറയും? ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നും പറയും. സോ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, നോക്കിക്കോളൂ. ഒരു ന്യൂമറിക്കൽ എക്സാമ്പിൾ ഉണ്ട്, നോക്കിക്കോളൂ. കമ്പനി ബി കറണ്ട് അസറ്റ് ആയിട്ട് എത്രയുണ്ട്? 4 ലക്ഷമാണ് കമ്പനിയുടെ ടോട്ടൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അതിൽ 1,50,000 എന്താണെന്ന് പറയുന്നുണ്ട്? ഇൻവെൻറ്ററി ആണെന്ന് പറയുന്നുണ്ട്. കമ്പനിക്ക് കൊടുക്കാനുള്ള കറണ്ട് ലയബിലിറ്റി ബാധ്യത എന്ന് പറയുന്നത് 2 ലക്ഷമാണെങ്കിൽ ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? കറണ്ട് അസറ്റ് മൊത്തം കറണ്ട് അസറ്റ് 4 ലക്ഷമാണെങ്കിലും മോസ്റ്റ് ലിക്വിഡ് അസറ്റ് എടുക്കാൻ പറഞ്ഞാൽ അതിന് ഏത് ഒഴിവാക്കണം? ഇൻവെൻറ്ററി ആയിട്ടുള്ള 2 ലക്ഷം ഒഴിവാക്കണം. ഇൻവെൻറ്ററി ആയിട്ടുള്ള 2 ലക്ഷം എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി എത്ര? 2 ലക്ഷം. സോറി, എടാ 1,50,000 ആണ്, തെറ്റിപ്പോയി. സോറി, ഇൻവെൻറ്ററി എത്ര? 1,50,000 ഡിവൈഡ് ബൈ 2 ലക്ഷം.
ഓക്കെ, ലക്ഷത്തിന് നമ്മൾ അവസാനം കെ ഇടുന്നത് അറിയാമല്ലോ. 2 ലക്ഷം ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.25 എന്നുണ്ട്. ഇതിൻ്റെ മീനിങ് എന്താണ്? കറണ്ട് ലയബിലിറ്റി 1.25 ടൈംസ് കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം ക്യുക്ക് അസറ്റ് ഇവരുടെ കയ്യിലുണ്ട്. ഓക്കെ, ക്യുക്ക് റേഷ്യോ കാണുന്ന സമയത്ത് നമ്മൾ ന്യൂമറേറ്ററിലെ കറണ്ട് അസറ്റുകളാണ് എടുക്കുന്നതല്ല. കറണ്ട് അസറ്റിൽ നിന്നും ഇൻവെന്ററി കുറച്ച് ബാക്കി വരുന്നതാണ് എടുക്കുന്നത്. മോസ്റ്റ് ലിക്വിഡ് അസറ്റ്, അതിന് നമ്മൾ വിളിക്കുന്ന ടൈമാണ് ക്യുക്ക് അസറ്റ്. എന്തെന്ന് പറയാം? ക്യുക്ക് അസറ്റ് എന്ന് പറയാം. അപ്പോൾ ക്യുക്ക് അസറ്റുകൾ യൂസ് ചെയ്ത് എത്ര വട്ടം കറണ്ട് ലയബിലിറ്റി കൊടുത്തു തീർക്കാൻ പറ്റും? ഒരു വട്ടവും പിന്നെ 0.25 ടൈംസും കൂടെ കൊടുത്തു തീർക്കാം. 2 വട്ടം കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം ഉണ്ടോ? ഇല്ല. ഒരു വട്ടവും പ്ലസ് ഒരു 1.25 ടൈംസ് കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം ക്യുക്ക് അസറ്റ് കമ്പനിക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യുക്ക് റേഷ്യോ. അപ്പോൾ ക്യുക്ക് റേഷ്യോ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഫോർമുല മനസ്സിലാക്കണം, ഇൻ്റർപ്രിട്ടേഷൻ മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാണ് ഇൻവെന്ററി ഒഴിവാക്കിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? കാരണം എന്താ? മോസ്റ്റ് ലിക്വിഡ് അസറ്റ് എടുത്താണ് ക്യുക്ക് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. മോസ്റ്റ് ലിക്വിഡ് എന്ന് പറയുമ്പോൾ ഇൻവെന്ററിയിൽ വരുമ്പോൾ സ്റ്റെപ്സ് 1-2 പടി കൂടുതലാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണ്ട? ഇൻവെന്ററി വേണ്ട. ഓക്കെ, അതാണ് ക്യുക്ക് റേഷ്യോ. ഇനി ലാസ്റ്റ് ഒന്ന് നോക്കിയാലോ, ക്യാഷ് റേഷ്യോ. അതായത് ഏറ്റവും ലിക്വിഡായിട്ടുള്ളത്, ഏറ്റവും ലിക്വിഡായിട്ടുള്ള റേഷ്യോസ് എടുക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാം ഒഴിവാക്കിയിട്ട് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എടുക്കും. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എടുക്കും. ക്യാഷ് ഇക്വലൻ്റ് എന്താണെന്ന് പറഞ്ഞു? ബാങ്കിൽ കിടക്കുന്ന പൈസ. അത് ക്യാഷ് രൂപം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്തെടുക്കുന്ന പാടേ ഉള്ളൂ. അപ്പോൾ അത്രയും ലിക്വിഡായിട്ടുള്ള അസറ്റ്സ് യൂസ് ചെയ്ത് കറണ്ട് ലയബിലിറ്റി കൊടുത്തു തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് ഏത്? ക്യാഷ് റേഷ്യോ. ഓക്കെ, അപ്പം ലിക്വിഡിറ്റി റേഷ്യോസിനകത്ത് പ്രധാനമായിട്ടും വരുന്ന 3 റേഷ്യോസ് ഏതൊക്കെയാണ്? കറണ്ട് റേഷ്യോ, ക്യുക്ക് റേഷ്യോ, ക്യാഷ് റേഷ്യോ. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുപോലെ ലിക്വിഡിറ്റി റേഷ്യോസ് പഠിച്ചു. ഇതുപോലെ പ്രോഫിറ്റബിലിറ്റി, എഫിഷ്യൻസി, ലീവറേജ് എന്ന് പറഞ്ഞ പല ടൈപ്പ് ഓഫ് റേഷ്യോസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് റേഷ്യോസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. മെമ്മറൈസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ പാടുള്ളൊരു സെക്ഷൻ ആയിരിക്കും. അതിനേക്കാൾ ഇപ്പോൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ ഏതെങ്കിലും ഒരു ടോപ്പിക് ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പം കോൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ എ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്തത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഐറ്റംസ് ഇവിടെ അനലൈസ് ചെയ്തത്. ഇപ്പോൾ കറണ്ട് അസറ്റായ ക്യാഷ്, ക്യാഷ് ഇക്വലൻ്റ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റി, ഇൻവെൻറ്ററി, അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവബിൾ, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി, ഇതൊക്കെ എവിടെ വരുന്ന ഐറ്റമാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചതെല്ലാം ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റമാണ്. ഇനി അടുത്ത് വേറെ കാറ്റഗറീസ് പഠിക്കുന്ന സമയത്ത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് എടുക്കും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് എടുക്കും. അപ്പോൾ ഇത്തരത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് വരുന്ന ഐറ്റംസ് യൂസ് ചെയ്തിട്ടല്ലേ നിങ്ങൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്തത്? ആ റേഷ്യോസ് വെച്ചല്ലേ നിങ്ങൾ തീരുമാനങ്ങൾ എടുത്തത്, അനാലിസിസ് നടത്തിയത്? ഇതാണ് സിംപ്ലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് ഒരു വട്ടം പോലും കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം കറണ്ട് അസറ്റ് ഒരു കമ്പനിക്ക് ഇല്ല. അങ്ങനെ ഒരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാടാ? ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കമ്പനിയാണ് അതെങ്കിൽ നിങ്ങൾ പോയി ഇൻവെസ്റ്റ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്ത് നിങ്ങളോട് ഒരു ഡിസിഷൻ എടുത്തില്ലേ? എടുത്തു. ഇതാണ് നാളെ നമ്മൾ CMA ആകുമ്പോഴും ചെയ്യാൻ പോകുന്ന പണി എന്ന് പറയുന്നത്, നമ്മുടെ ജോബ് റോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു ഓവർവ്യൂ ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സെക്ഷൻ എയിൽ പഠിക്കുന്നത്. ഓക്കെ, ഇത്തരത്തിൽ ഓരോ സെക്ഷൻ്റെയും ഡെമോ ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. ഈ ക്ലാസ്സിൻ്റെ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ ട്രിപ്ലൈയിൽ നിങ്ങൾ CMA USA ജോയിൻ ചെയ്യുകയാണെങ്കിൽ യു വിൽ റിസീവ് എ മെഗാ ഡിസ്കൗണ്ട്. അപ്പോൾ അതാരും മിസ്സാക്കണ്ട. ഓക്കെ, താങ്ക് യു.